എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ശങ്കരാചാര്യ സ്വാമികളുടെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ശിവാനന്ദ ലഹരിയെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ഒരു വിചാരധാര. നമ്മുടെ ഉപാസകര് എങ്ങനെയായിരിക്കണം, നമ്മുടെ ഭക്തി, ഉപാസന, കർമ്മം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിലൂടെ കൈവല്യ പദത്തിലേക്കുള്ള മോക്ഷപദത്തിലേക്ക് എങ്ങനെ പോകണം എന്നുള്ളതിനെ ഒരു ചെറിയ നമുക്കൊരു അറിവ്, അത്രയും മാത്രമേ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. എത്രയും കൂടുതൽ അറിയാമോ, എത്രയും നമ്മുടെ ഉപാസനയില് അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാമോ, അത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഉപാസനകള് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇന്നലെ കണ്ടു, അണിയോരണിയാൻ മഹതോ മഹിയാൻ ആത്മാം ഗുഹായ നിഹതോസി ജന്തുഹു. പുണ്യം എന്ന് എല്ലാവരുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് ശിവചൈതന്യം. പുണ്യം എന്നത് ജന്മജന്മാന്തരങ്ങളിലൂടെ ജീവൻ നേടിയെടുക്കുന്നതാണ്. അനേകം ജന്മത്തിലെ കർമ്മഫലങ്ങളാണ് നമ്മൾ ഈ ഭൂമിയുടെ മേളിലുള്ള ഊർധ്വലോകങ്ങളിലും അനുഭവിക്കുന്നത്. അപ്പോൾ ജീവൻ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ ഒരു സ്ഥലമേ ഉള്ളൂ, അത് ഭൂമിയാണ്. അപ്പോ അനേക ജന്മത്തിന്റെ അവസാനത്തിലാണ് ജ്ഞാനികള് സർവവും ഈശ്വരമയമായി കാണാറാകുന്നത്. അതുവരെ ജന്മം എടുത്തത് കൊണ്ടേയിരിക്കും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ജന്മം എടുത്തത് കൊണ്ടായില്ല, സത്കർമ്മങ്ങൾ ചെയ്യണം, നല്ല സംസ്കാരങ്ങൾ സമ്പാദിച്ചെടുക്കാൻ ഈശ്വരാനുഗ്രഹവും വേണം. ഈ സമ്പൂർണ്ണ ഈശ്വരാനുഗ്രഹത്തിന് ശരണാഗതി തന്നെയാണ് ഏകമാർഗം എന്ന് നമ്മൾ കണ്ടു. ശിവം എന്നതിന് വേറൊരർത്ഥം സകല ജീവികളുടെയും ആണവ കാർമിക മായാമലങ്ങളുടെ അഭാവമാണ് ശിവം. യാതൊരു മലത്രയങ്ങളും ഇല്ലാത്ത ശുദ്ധ ചൈതന്യമാണ് ശിവം. അഥവാ ശിവം എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥം ശോഭനത്വം എന്നാണ്. ഇന്ദ്രിയ വിഷയങ്ങളുടെ പുറകെ ഓടുന്ന മനസ്സാകുന്ന കുരങ്ങാണ് കുരങ്ങാണ് നമ്മുടെ ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത് ഇതിന്. അപ്പൊ അതിനെ അവിടെ ആ പാതാരവിന്ദങ്ങളില്, ശിവപാദങ്ങളിൽ സമർപ്പിക്കുക. അപ്പൊ നമ്മള് എന്താ ചെയ്യുന്നത്, ആ മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെ പിറകെ പോവാതെ ആ ശിവഭക്തിയാകുന്ന ആ ഭക്തിയിലൂടെ നമുക്ക് ജ്ഞാനം സമ്പാദിക്കാൻ പറ്റുള്ളൂ. ആ കുരങ്ങനെ എവിടെ സമർപ്പിക്കണം? ശിവപാദങ്ങളില് സമർപ്പിക്കണം. അപ്പൊ കയ്യില് കപാലമെടുത്ത് ഭിക്ഷയാചിക്കുന്ന മംഗളസ്വരൂപിയായ ശ്രീ പരമേശ്വരനോട് പറയണു, എന്റെ ഈ മനസ്സാകുന്ന കുരങ്ങിനെ അങ്ങയുടെ പാദത്തിലിതാ സമർപ്പിക്കുന്നു. അപ്പൊ ആഗ്രഹങ്ങളാകുന്ന മരക്കൊമ്പുകളില് തന്നിഷ്ടപ്രകാരം ചാടിക്കളിക്കുന്ന എന്റെ മനസ്സാകുന്ന കുരങ്ങ്. അപ്പൊ അതിനെ അവിടുത്തെ ഭക്തിയാകുന്ന കയറുകൊണ്ട് കെട്ടാൻ, അവിടുത്തെ കയറുകൊണ്ട് കെട്ടി അവിടുത്തെ അധീനത്തിലാക്കണം. കാമിനി കാഞ്ചനം, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഭ്രാന്തമായിട്ടുള്ള എൻ്റെ മനസ്സ് എന്ന് പറയുന്ന മർക്കടൻ ആഗ്രഹങ്ങളാകുന്ന മദ്യം കഴിച്ച് ഉന്മത്ത ചിത്തനായി ചാടിക്കളിക്കുന്നത്. അപ്പൊ അതിനെ അസൂയ എന്ന തേളുകുത്തി അഹങ്കാരമാകുന്ന പിശാചും ബാധിച്ചു. അപ്പൊ അതിനെ കൈകാര്യം ചെയ്യാൻ ഒരാളേ ഉള്ളൂ, കപാലിധാരിയായ പരമശിവൻ. ആ തൃക്കൈയിലെ കുരങ്ങായി ആ പാദങ്ങൾക്ക് പുറകെ ഞാൻ നടക്കട്ടെ എന്നാണ് ശങ്കരാചാര്യര് യാചിക്കുക ചെയ്യുന്നത്. ഭഗവാനെ എന്നെ രക്ഷിക്കണം, അവിടെ നിന്നല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. അപ്പൊ ശിവാനന്ദ ലഹരിയില് ആ ഒരു തസ്കരാണാം പദയെ എന്ന് പറയുന്നുണ്ട് അല്ലെ. തസ്കരാണാം പദേ, തസ്കരന്മാരുടെ കള്ളന്മാരുടെ പതിയായിരിക്കുന്നവനെ, തസ്കരാണാം പദേ തുഭ്യം പാപനാശിനി എന്ന് ശതരുദ്രിയം പറയുന്നുണ്ട്. അപ്പൊ മനുഷ്യന്റെ ചിത്തത്തെയാണ് ശിവൻ മോഷ്ടിക്കുന്നത് എന്നർത്ഥം. അത് എന്റേതാകണേ ഭഗവാനെ, അങ്ങ് എന്തായാലും മോഷ്ടിക്കുന്നു ഭക്തന്മാരുടെ, അതിൽ ഒരു ചിത്തം എന്റേതായിട്ട് തീരട്ടെ, എനിക്ക് സദ്യമുക്തിയായിരിക്കുന്ന മോക്ഷം തരണേ. അപ്പൊ ശിവഭക്തി പാദാന്തികത്ത് എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്? സാമീപ്യ, സാലോക്യ, മോക്ഷാനന്ദം, ദുഃഖസ്പർശമില്ലാത്ത അലൗകികമായിരിക്കുന്ന നിത്യസുഖം, നിരവധി ബ്രഹ്മകൽപ്പങ്ങൾ അനുഭവിക്കാൻ ഇടയാകട്ടെ എന്നതാണ് പ്രാർത്ഥന. ഇപ്പൊ ബ്രഹ്മദേവന് പോലും അന്ത്യമുണ്ടെന്ന് പറയുന്നു. ഒരു ബ്രഹ്മാവിന്റെ ആയുസ് മഹാകൽപ്പം അഥവാ ബ്രഹ്മകൽപ്പം എന്നൊക്കെയാണ് പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് 6,04,80,000 മനുഷ്യ വർഷങ്ങൾ എന്നൊക്കെ പറയുന്നു ബ്രഹ്മാവിന്റെ ഒരു ദിവസം. അപ്പൊ അങ്ങനെ 360 ദിവസമാണ് ബ്രഹ്മാവിന്റെ ഒരു ബ്രഹ്മവർഷം. അപ്പൊ 120 ബ്രഹ്മവർഷമാണ് ബ്രഹ്മാവിന്റെ ആയുസ്. അപ്പൊ മനുഷ്യന്റെ ആയുസ് ബ്രഹ്മാവുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ എത്ര പൂജ്യങ്ങൾ ചേർക്കണമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, എത്ര പൂജ്യങ്ങൾ അതിൽ ചേർക്കേണ്ടതെന്ന്.
അപ്പോ ഈ മനുഷ്യന്റെ, അതായത് പരിണാമ കാലത്തിന്റെ അനന്തതയാണ് ഈ കാണിക്കുന്നത്. ഇപ്പൊ ലൗകികമായിരിക്കുന്ന വ്യവഹാര ദശയുടെ പ്രധാന ഘടകമാണ് നമ്മൾ കണ്ടു കാലം എന്നുള്ളത്. അവിദ്യയാകുന്ന മായ കൊണ്ട് ആവരണപ്പെട്ടിരിക്കുന്നു പ്രകൃതി. മായയുടെ കഞ്ചുകമാണ് കാലം. നമ്മൾ 36 തത്വങ്ങളിൽ വ്യക്തമായിട്ട് കണ്ടു. കാലം കാളിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയുകയും ചെയ്തു. അപ്പൊ മുക്തിനില എന്നത് പ്രപഞ്ചാതീതമായിരിക്കുന്ന ഒരു പാരമാർത്ഥിക സത്തയാണ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു 10,000 ആണ്ട് ഒരല്പനേരം അറിവ് അപരാപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ട് പോലെ തോന്നും. വശ്യമായിട്ടുള്ള ഒരു പദപ്രയോഗമാണ് നാരായണ ഗുരുദേവ് ഈ ഗുരുദേവൻ്റെത്. അപ്പോ ഒരു സമാധിയില് കാലാതീതമായിരിക്കുന്ന അപരോക്ഷ അനുഭൂതിയിൽ ലയിച്ചിരിക്കുന്ന ഒരു യോഗിവര്യന് അല്ലെങ്കിൽ യോഗിവര്യന്മാർക്ക് കാലത്തിന്റെ അഭാവം കാരണം 10,000 വർഷം കടന്നു പോയാലും അവരറിയുന്നില്ല. പക്ഷെ അവരാ സമാധിയിൽ നിന്ന് ഉണർന്ന് ഇവിടെ കാലുകുത്തിയാൽ അരക്ഷണം അവർക്ക് 1000 ആണ്ട് പോലെ തോന്നും. അസഹ്യമായിരിക്കുന്ന അർത്ഥം. അതുപോലെയാണ് ഈ പാരമാർത്ഥിക മുക്തിസ്ഥാനമായിരിക്കുന്ന ഈ പരമേശ്വര പദവി. അവിടെ അഖണ്ഡമായിരിക്കുന്ന ശിവാനന്ദ ലഹരിയിൽ ആണ്ടുപോയാല് കാലം ശൂന്യമായി തീരും. അപ്പം ജ്ഞാനചക്ഷുസ് തുറക്കുന്നതും ഭവരോഗം മാറുന്നതും ശിവദർശനം കൊണ്ട് മാത്രമാണ്. ഇതിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. തന്ത്രശാസ്ത്ര പ്രകാരം ശരീരത്തിൽ 3 ഭാഗങ്ങളുണ്ട് പ്രധാനപ്പെട്ട: ശിരസ്, മാറ്, കണ്ണുകള്. ഇതില് ശിരസ് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തിനാണ്? നമ്മളൊരു ഉപാസനാ മാർഗത്തില് ശിരസ് എന്ന് പറയുന്നത് ഗുരുപാദകങ്ങളുടെ സ്ഥാനമാണ്. കണ്ണുകൾ പറയുകയാണെങ്കിൽ സൂര്യചന്ദ്രന്മാരുടേതാണ്. അപ്പൊ 3 ആത്മസ്ഥാനമായിരിക്കുന്ന ഹൃദയം. പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളാണിത്. ഈ 3 പ്രധാന ഭാഗങ്ങളിലും ഈശ്വരപാദങ്ങള്, ദേവീപാദങ്ങള്, ശിവപാദങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കാരണം എൻ്റെ ശിരസില്, എൻ്റെ കണ്ണുകളില്, എൻ്റെ ഹൃദയസ്ഥാനത്ത്. അങ്ങനെയുള്ള ആൾക്ക് പിന്നെ അത് ശരിക്കും ഒരു കവചമാണ്. നമ്മൾ ഒന്നിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാ ദുഃഖങ്ങൾക്കും കാരണമായിരിക്കുന്ന മമകാരത്തോടു കൂടിയുള്ള എൻ്റെ മനസ്സ് മാത്രമേ എനിക്ക് അവിടെ അർപ്പിക്കാനുള്ളൂ. എൻ്റേതെന്ന് പറയാൻ എനിക്ക് ഈ മനസ്സ് മാത്രമേ ഉള്ളൂ ഭഗവാനെ. അപ്പൊ നമുക്കറിയാം മുക്തികൾ 4 തരത്തിലാണ്. എന്തൊക്കെയാണ്? സാരൂപ്യം, സാമീപ്യം, സാലോക്യം, സായുജ്യം. ഈ ചതുർവിധ മുക്തികളും എനിക്ക് ശിവശക്തികൾ തരട്ടെ. ശരണാഗതിയും ഭക്തിയും കൊണ്ട് സിദ്ധിക്കുന്നതാണിത്. നമ്മൾ പൂർണ്ണ ശരണാഗതി ചെയ്താല് പൂർണ്ണമായിരിക്കും നമ്മൾ ആ ഒരു ഭക്തിയിലൂടെ നമുക്ക് ഈ 4 തലങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ഇപ്പൊ ക്രമമുക്തിയായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി എന്ന് പറയുന്ന പോലെ ദേവനെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ എന്താണ്? നമ്മൾ ഒരാളെ വരിക്കുക, സ്വീകരിക്കുക, ഒരു ഉപാസനാ മാർഗത്തിൽ പ്രവേശിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അറിയാൻ തുടങ്ങും ഈശ്വരനെ അല്ലെ. ആ ദേവനെ കുറിച്ച് അറിയുമ്പോൾ ഭക്തൻ ദേവൻ തന്നെ ആകുന്നതാണ് സാരൂപ്യ മുക്തി എന്ന് പറയുന്നത്. ഇനി ഭഗവാനെ ശംഭോ ശങ്കര എന്നൊക്കെ ജപിച്ച് സാമീപ്യമാകുന്ന ആ ഒരു സാമീപ്യ മുക്തി നമുക്ക് ലഭിക്കുന്നു. അപ്പൊ സദാ ജപിക്കുന്നത് കൊണ്ട് തൻ്റെ സമീപത്തുണ്ടെന്ന് തോന്നുന്നതാണ് സാമീപ്യ മുക്തി. അപ്പൊ ശിവഭക്തന്മാരുമായിട്ടുള്ള സംഘം കൊണ്ട് ശിവലോക പ്രാപ്തിയാകുന്ന ഒരു സാലോക്യ മുക്തി ലഭിക്കുന്നു. ആ ലോകത്ത് എത്തിച്ചേർന്നതായിട്ടുള്ള ഒരു അനുഭൂതി തലം. അപ്പൊ ഭക്താനുഗ്രഹം തന്നെയാണ് ഭഗവത് അനുഗ്രഹവും. അതാണ് വേണ്ടതും. അതുകൊണ്ടാണ് മഹത് സംഘത്തെയാണ് നമ്മൾ തേടേണ്ടതെന്ന് പറയുന്നത്. അപ്പോ സേവിക്കപ്പെടുന്ന ഈശ്വരനും ആ മഹാത്മ്യത്തെ അറിയുമ്പോൾ തന്നെ ദുഃഖവിമുക്തനായിട്ട് തീരുന്നു എന്ന് മുണ്ടകോപനിഷത്ത് പറയുന്നുണ്ട്. ഭാഗവതത്തിലെ കപില മഹർഷി അമ്മ ദേവഹൂതിയോട് പറയുന്നുണ്ട്, ആസക്തി ആത്മാവിന് മുറിക്കാൻ പറ്റാത്ത ഒരു കയറാണ് എന്ന് അറിവുള്ളവർ പറയുന്നു. എന്നാൽ അത് തന്നെ ആസക്തി സജ്ജനങ്ങളോടായാൽ അത് മോക്ഷത്തിലേക്കുള്ള വാതിലുമാണ്. ഇപ്പൊ നമ്മൾ ഈ ആസക്തി എന്ന് പറയുന്ന നമ്മുടെ പാശം എന്തിനോടാ ചേർക്കേണ്ടത്? ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളോടല്ല, നമുക്ക് സാധുജനങ്ങളോട്. അതായത് നമുക്ക് മോക്ഷമാർഗം ചിന്തിക്കുന്നെങ്കിൽ എന്ത് വേണം? സത്തുക്കളോട്, നമ്മളെ സജ്ജനങ്ങളോടാണ് ആസക്തി വെക്കേണ്ടത്. അപ്പൊ ആരാണ് സാധുക്കൾ എന്ന് ചോദിച്ചതിന്, അനന്യഭാവത്തോടെ എന്നെ ആശ്രയിക്കുന്നവർ, ദൃഢഭാവത്തോടെ. അനന്യഭാവം എന്ന് പറഞ്ഞാൽ എന്താ? യാതൊരു വിധത്തിലുള്ള സംശയവും കൂടാതെ ഉറച്ച ഭാവത്തോടുകൂടി എന്നെ ആശ്രയിക്കുന്നവര്. എനിക്ക് വേണ്ടി കർമ്മങ്ങള്, ബന്ധുക്കള്, സ്വജനങ്ങള് എല്ലാരെയും വെടിഞ്ഞവര്,
അവരാണ് സാധുക്കൾ എന്ന് പറയുന്നത്. അതായത് ഈ പ്രപഞ്ച വസ്തുക്കളിൽ നിന്നെല്ലാം എന്താ അതിന്റെയൊക്കെ ആ ഒരു നശ്വരത തിരിച്ചറിഞ്ഞിട്ട് ദൃഢമായിട്ട് ഈശ്വരനെ മാത്രം സേവിക്കുന്നവര്. അങ്ങനെ ദൃഢഭക്തിയുള്ള സാധുക്കളുമായിട്ടുള്ള സംഘമാണ് വേണ്ടത്. അതുകൊണ്ടാണ് സത്സംഗം. ആ സത്സംഗത്തിലൂടെ മാത്രമേ നമുക്ക് നിസ്സംഗത്വം കിട്ടുള്ളൂ. നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചല ഭക്തി. ആ ഒരു നിശ്ചല ഭാവത്തിലോട്ട്, ആ ജീവൻ മുക്തി പദത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ സത്സംഗം നമുക്ക് വളരെ ആവശ്യമാണ്. അപ്പൊ സത്യദർശികൾക്ക് ഭൂമണ്ഡലം മുഴുവനും ബന്ധുക്കൾ തന്നെയാണ്. അപ്പൊ ഇയാൾ ബന്ധു, ഇയാൾ ശത്രു, അങ്ങനെ ഒരു വേർതിരിവേ അവർക്കില്ല. ഇപ്പൊ യോഗവാസിഷ്ടം പറയുന്നു, അയം ബന്ധു അയം നേതി ഗണാനാം ലഘുചേതസാം ഉദാരചരിതാം നാം താം തു വസുദൈവ കുടുംബകം. വസുദൈവ കുടുംബകം നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ശ്രീരാമൻ പറയുന്നു അല്ലെ, ശ്രീരാമനോട് രാജധാനി കൊടുക്കാം എന്ന് പറയുമ്പോൾ വിഭീഷണൻ പറയുമ്പോൾ എന്താ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, എനിക്ക് എൻ്റെ പെറ്റമ്മയും ഞാൻ ജനിച്ച നാടുമാണ് എനിക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ടത്, അത് കഴിഞ്ഞേ ഉള്ളൂ. പക്ഷെ എല്ലാം എന്താണ്, വസുദൈവ കുടുംബകം. ഇങ്ങനെയുള്ള എല്ലാവരും ഒരേപോലെ കാണുന്ന ഒരു സ്ഥലം. ഇങ്ങനെയുള്ള സാധുക്കളുടെ സാമീപ്യത്തിലാണ് സാലോക്യമുക്തി നമുക്ക് കിട്ടുന്നത്. ഇനി ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള എൻ്റെ നിന്റെ എന്നുള്ള ഒരു യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഏകസ്വരൂപമായി പ്രപഞ്ച സ്വരൂപമായിട്ട് ശ്രീ പരമേശ്വരികളെ സാക്ഷാത്കരിക്കുമ്പോൾ സായുജ്യമുക്തി എന്ന് പറയുന്ന ആ ഒരു മുക്തിഭാവം കിട്ടുന്നു. അപ്പൊ ശിവഭക്തി കൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? ശിവജ്ഞാനം. ശിവജ്ഞാനം കൊണ്ട് ശിവസായുജ്യവും ഉണ്ടാകുന്നു. അപ്പോ എന്താണ്, ശരിക്കും പറഞ്ഞാല് ഓരോ പടിപ്പടിയായിട്ടുള്ള ഒരു ജീവന്റെ ഉയർച്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ശിവഭക്തി എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആ തലത്തിലോട്ട് എത്തിച്ചേരണമെങ്കിൽ അത് ജീവന്റെ ഒരു യാത്ര തന്നെയാണ്. ചിന്ത്യതേ ഹൃദയഗ്രന്ഥി ചിന്ത്യതേ സർവസംശയാഹ ക്ഷീയന്തേ ചാസ്യ കർമാണി അസ്മിൻ ദൃഷ്ടേ പരാവരെ. പ്രസിദ്ധമായിട്ടുള്ള മുണ്ടകോപനിഷത്തിലെ മന്ത്രമാണ്. അപ്പൊ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടുമ്പോൾ മാത്രമേ ഹൃദയഗ്രന്ഥി, അതായത് ആത്മാവ് ദേഹമാണെന്നും ആ ഒരു ദേഹം ആത്മാവ് ആണ് എന്നുള്ള തെറ്റിദ്ധാരണയും നശിച്ച് എല്ലാ സംശയങ്ങളും നീങ്ങി ആ ഒരു സഞ്ചിത പ്രാരാബ്ധ കർമ്മങ്ങളെ ക്ഷയിച്ച് നമുക്ക് ആ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടുള്ളൂ. ആ ബ്രഹ്മസാക്ഷാത്കാരത്തെ തന്നെയാണ് ശിവ സായുജ്യം എന്ന് പറയുന്നത്. ഇപ്പൊ ശങ്കര ഭഗവത്പാദർ ശിവഭഗവാനെ ഗുരുവാക്കി വെച്ചിട്ടാണ് ജ്ഞാനദീക്ഷയ്ക്കായിട്ട് യാചിക്കുക ചെയ്യുന്നത്. ഭഗവാനെ സദാശിവൻ തന്നെയാണല്ലേ നമ്മുടെ ആദി ഗുരു. സദാശിവ സമാരംഭം, എവിടെ എല്ലാം തുടങ്ങുന്നത് സദാശിവനിൽ നിന്നാണ്. ആ ഭഗവാനെ തന്റെ ഗുരുവാക്കി വെച്ചിട്ട് ജ്ഞാനദീക്ഷ ചോദിക്കുകയാണ് ശങ്കര ഭഗവത്പാദർ. വളരെ ഹൃദയാർദ്രമായിട്ടാണ് അദ്ദേഹം ഈ പ്രാർത്ഥന ചെയ്യുന്നത്. എങ്ങനെയാ അദ്ദേഹം ചോദിക്കുന്നത്? അല്ലയോ ഭഗവാനെ, ത്വത്പാദാംബുജം അർച്ചയാമി. അവിടുത്തെ പാദകമലങ്ങളെ സദാ ഞാൻ പൂജിക്കുന്നു, ഞാൻ അർച്ചിക്കുന്നു. അപ്പൊ ഈ പരമ ഈശ്വരനായിരിക്കുന്ന അങ്ങയെ ഇടതടവില്ലാതെ ഞാൻ ധ്യാനിക്കുന്നു. ഉടയമനായ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. വാക്കുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് അങ്ങയോട് മാത്രമേ ഞാൻ അഭീഷ്ടത്തെ അറിയിക്കുന്നുള്ളൂ. നിറഞ്ഞ കാരുണ്യത്തോടുകൂടി ദേവന്മാരാൽ പല കാലമായിട്ട് ആ ആഗ്രഹിക്കുന്ന ചാക്ഷുഷി ദീക്ഷ, ആ കടാക്ഷ നോട്ടത്തെ എനിക്ക് തരണേ ലോകഗുരു ശംഭോ. ഇപ്പൊ ശംഭോ എന്ന് വിളിക്കുകയാണ്. എല്ലാവർക്കും ശുഭം കൊടുക്കുന്ന അല്ലയോ ശംഭോ, എൻ്റെ മനസ്സിന് സൗഖ്യം ലഭിക്കുന്നതിനുള്ള ഉപദേശം എനിക്ക് നൽകിയാലും. ഇപ്പം ഉപദേശം, സൗഖ്യം ലഭിക്കുന്നത് എന്താണ്? ശങ്കരാചാര്യരെ സംബന്ധിച്ച് അത് തന്നെയാണ് മുക്തിമാർഗ ഉപദേശം എനിക്ക് തന്നാലും. സർവചരാചരങ്ങളും ഈശ്വര സ്വരൂപമായി കാണുക തന്നെയാണ് എല്ലാ മതദർശനങ്ങളിലുമുള്ള ഒരു ആധ്യാത്മിക ആചാരം എന്ന് പറയുന്നത്. പരമേശ്വര സ്വരൂപമാണ് ഈ കാണുന്നതൊക്കെയും. ആ ഭഗവത് സ്വരൂപമല്ലാതെ മറ്റൊന്നുമില്ല. ആ ശിവസ്വരൂപത്തെ തന്നെയാണ് എന്റേതും ഞാൻ എന്നൊക്കെ വിചാരിക്കുന്നത് എന്നുള്ള ആ ഒരു പരമമായിട്ടുള്ള ജ്ഞാനത്തെയാണ് ഉപദേശമായിട്ട് ജ്ഞാനദീക്ഷ, അത് ചക്ഷുഷി ദീക്ഷ, കണ്ണുകൊണ്ട് അദ്ദേഹത്തിന്റെ കരുണാമയമായിട്ടുള്ള അല്ലയോ ഭഗവാനെ, അങ്ങയുടെ നോട്ടം കൊണ്ട് എനിക്ക് ആ ദീക്ഷ തരൂ. അപ്പൊ ദീക്ഷയായിട്ട് ചോദിക്കുന്നത് എന്താണ് ഭഗവാനോട്? എനിക്ക് ജ്ഞാനദീക്ഷ തരൂ. ദീക്ഷ എന്ന് പറഞ്ഞാല് ദീക്ഷയായിട്ടാണ് ചോദിക്കുന്നത്. ദീക്ഷ എന്നാൽ ദീ എന്നത് ആത്മബോധം തെളിച്ചു കാട്ടുന്ന ദീപത്തെയാണ് പറയുന്നത്.
ശരിക്കും പറഞ്ഞാൽ ഒരു ദീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു സമ്പ്രദായത്തിൽ പ്രവേശിക്കാനുള്ള ആദ്യത്തെ പടിയാണ് ദീക്ഷ. ദീക്ഷമേ ദീയതേ, എനിക്ക് തരൂ ദീക്ഷ എന്ന് പറയുക. അപ്പൊ ഈ ദീ എന്നുള്ള ഒറ്റ വാക്കിന് ആദ്യം പറയുന്നത് ആത്മബോധം എന്നാണ്. ആത്മബോധത്തെ തെളിച്ചു കാണിക്കുന്ന ദീപം. ക്ഷ എന്നത് അന്ധകരണത്തിലുള്ള തമസിനെ ക്ഷാരണം ചെയ്യുന്നത്. ആ അന്ധകരണ തമസിനെ ഇല്ലാതാക്കാനാണ് നമ്മുടെ ഉള്ളില് ജ്ഞാനദീപത്തെ തെളിക്കുന്നത്. അപ്പൊ ആ തമസിനെ ക്ഷാരണം ചെയ്യുന്നതിനെ തുടച്ചു നീക്കുന്നതിനാണ് ഗുരുവിന്റെ കൃപാകടാക്ഷം വീക്ഷണം കൊണ്ട് തന്നെ ശിഷ്യന് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എനിക്ക് ആ ജ്ഞാന കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കി എനിക്ക് ആ ചക്ഷുഷി ദീക്ഷ തരൂ. അപ്പോ ശരിക്കും പറഞ്ഞാല് ദീപനാത് ആത്മബോധസ്യ ക്ഷാരണാത് തമസ്സോസ്യ ച ദീക്ഷാ ശബ്ദോ കഥിതം. ഇതാണ് പറയുന്നത്. കണ്ണുകൊണ്ട് നോക്കിയിട്ട് തന്നെ കൊടുക്കുന്ന ദീക്ഷ ഭഗവാൻ. അപ്പോ എന്താ പറയാ, ഗുരുഹോ സാക്ഷാത് നിരീക്ഷണം, ശിവനെ ഗുരുവാക്കി സാക്ഷാത്, അതായത് ആ ശിവജ്ഞാനം ആത്മജ്ഞാനം ദീക്ഷയായിട്ട് ചോദിക്കുന്നതാണ് ഒരു സത് ശിഷ്യന്റെ ഒരു ലക്ഷണം. അപ്പൊ നമുക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല ഭഗവാനോട്. ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ എന്താ, എനിക്ക് ഗുരുവായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ എനിക്ക് എന്താ തരുന്നത്? എനിക്ക് ഭഗവാനെ തന്നെ തരണം, അല്ലെ? ശിഷ്യന്റെ ഗുരുസ്ഥാനത്തിലാണ് ഈശ്വരൻ എപ്പോഴും ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു നമ്മൾ സാധാരണ ഗുരു എന്നുള്ള ശബ്ദത്തിന് ഗു ശബ്ദതു അന്ധകാരസ്യാത് രുകാര തൻ നിരോധാത് അന്ധകാര നിരോധത്വാത് ഗുരു ഇത്യഭിധീയതേ എന്ന് നമ്മൾ കുളാർണവതന്ത്രം പറയുന്ന പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് മലയാളത്തിൽ പറയും, അകത്ത് ഇരുട്ടകറ്റി ആത്മദർശനം തെളിഞ്ഞിടാൻ മഹത്വമാർന്ന ജ്ഞാനദീപം ഏറ്റിടുന്നു ദേശികൻ. അപ്പൊ അകത്തെ ഇരുട്ട്, നമുക്ക് പുറത്തിരുട്ടാണെങ്കിൽ ലൈറ്റ് ഇടാം, അകത്തെന്ത് ചെയ്യണം? ആത്മദർശനം വേണം. ആത്മദർശനത്തെ തെളിക്കാനായിട്ട് മഹത്വമാർന്ന ജ്ഞാനദീപം ഏന്തിടുന്നു ദേശികൻ. ദേശികൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ദേശത്തെ കാണിച്ചു തരുന്നവൻ, വഴികാട്ടിയായിട്ട് നമ്മുടെ കൂടെ വരുന്നവൻ. ഇപ്പൊ ലോക ഗുരുവാണ് ഈശ്വരൻ, അല്ലെ? ശങ്കര ഭഗവത് പാദർ കുർവാഷ്ടകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കണക്കില്ലാത്ത അനേക ജന്മത്തിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെയും പൂജാദികളുടെയും ഫലം കാരണം കരുണയോടെ പരമേശ്വരൻ സദ്ഗുരുവിന്റെ അവതാരമെടുത്ത് കാണാവുന്ന രൂപത്തിലാകുകയും ആ പരതത്വത്തെ ഉപദേശിച്ച് സംസാര ദുഃഖമാകുന്ന സാഗരം കടത്തിവിടുകയും ചെയ്യുന്നു. അപ്പൊ സർവവ്യാപിയായിരിക്കുന്ന പരമേശ്വരന്റെ വിരാട് സ്വരൂപം അതെങ്ങനെയാണ്? എങ്ങനെ എനിക്ക് പൂജ ചെയ്യാൻ പറ്റുക? ആ വിരാട് സ്വരൂപം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭഗവാനെ എനിക്ക് എങ്ങനെ പൂജ ചെയ്യാൻ പറ്റും? ഈ ദേവന്റെ പൂജ ചെയ്യുമ്പോൾ ഉള്ള ഒരു എന്താ പറയാ, നമ്മള് ഇത് ശങ്കരാചാര്യര് ചോദിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. കാരണം വിരാട സ്വരൂപത്തിലുള്ള ഭഗവാന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ വിരാട സ്വരൂപത്തില് എങ്ങനെ പൂജ ചെയ്യാൻ പറ്റും? ഇത് ശരിക്കും ആ ഒരു ഉദ്ധൂത വിധിക്രിയ നമ്മൾ ചോദിച്ച ചോദ്യമില്ലേ അന്ന്, അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഞാൻ എങ്ങനെ പൂജ ചെയ്യും? കാരണം ഭഗവാനെ അങ്ങ് എല്ലായിടത്തും സർവ്വവ്യാപിയാണ്. അങ്ങയുടെ വിരാട സ്വരൂപം നമുക്ക് കാണാനോ ഉൾക്കൊള്ളാനോ പറ്റുന്നില്ല. ആ നിർമാല്യം മാറ്റുക എന്നുള്ള പ്രക്രിയ, അതിനെയാണ് ഉദ്ധൂത ക്രിയ എന്ന് പറയുന്നത്. അത് എങ്ങനെ ചെയ്യും? വസ്ത്രം എടുത്ത് മാറ്റുക എന്നാണ് ഇതിന് പറയുന്നത്. അഖണ്ഡ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ വസ്ത്രം മാറ്റാൻ, തലേ ദിവസത്തത് മാറ്റി പുതിയ നിർമാല്യമൊക്കെ മാറ്റി പുതിയത് ധരിപ്പിക്കണം ഭഗവാനെ, അല്ലെ? ഭഗവാനോട് ചോദിക്കണു, അഖണ്ഡ സ്വരൂപനായ ഭഗവാന്റെ വസ്ത്രം മാറ്റാൻ മനുഷ്യ സ്വരൂപികളായിട്ടുള്ള വരുന്ന നമുക്ക് രണ്ട് കൈകൊണ്ട് എങ്ങനെ സാധിക്കും? സാധ്യമല്ല അത്. അപ്പൊ പരമോന്നതനായിരിക്കുന്ന പരമേശ്വരൻ ആരാണ്? ആ പാതാള നഭസ്ഥലാന്ത ഭുവനാന്ത ബ്രഹ്മാണ്ട മാവിത് സ്ഫുരണ ജ്യോതി, അതാണ് ശ്രീ പരമേശ്വരൻ. ഈ പരമേശ്വരനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ആ പാതാള നഭ സ്ഥലാന്ത ഭുവനാന്ത ബ്രഹ്മാണ്ട മാവിത് സ്ഫുരതി ജ്യോതി, എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന നഭസ്ഥലം, ആകാശത്ത്, പാതാളത്ത്, ഭുവനാന്തത്തില്, ബ്രഹ്മാണ്ടത്തില്, എല്ലായിടത്തും ജ്വലിക്കുന്ന ജ്യോതിയായിരിക്കുന്ന അല്ലയോ ശ്രീ പരമേശ്വര, ഭഗവാന്റെ വസ്ത്രം മാറ്റുക എന്നുള്ള ആ ഒരു ഉപചാരം, ഷോഡശോപചാരം ഇല്ലെങ്കിൽ പഞ്ചോപചാരം, അതില് ഈ എന്താ പറയാ, വസ്ത്രം നിർമാല്യ മാറ്റം അല്ലെങ്കിൽ വസ്ത്രം മാറ്റുക എന്നുള്ള ഉപചാരം 1000 കൈകളുള്ള സൂര്യന് പോലും സാധിക്കയില്ല. വിഷ്ണു ഭഗവാന് പുഷ്പാർച്ചന ചെയ്യാൻ സാധിക്കുമോ? പറ്റില്ല. എന്തുകൊണ്ട്? വിഷ്ണു ഭഗവാൻ പണ്ട് പുഷ്പാർച്ചന ചെയ്തുകൊണ്ടിരുന്നപ്പോ
ഒരു പൂവിന്റെ കുറവ് വന്നുവെന്നും അത് പോരാതെ വന്നപ്പോൾ തന്റെ ഒരു കണ്ണ് ചുഴന്നെടുത്ത, ഭഗവാന്റെ കണ്ണ് താമരപ്പൂ പോലെയാണല്ലേ, ഒരു പൂവിന്റെ കുറവ് വന്നപ്പോൾ വിഷ്ണു ഭഗവാൻ ആ തന്റെ കണ്ണ് ചുഴ്ന്നെടുത്ത് അർച്ചന നടത്തി എന്നൊരു പുരാണ കഥയുണ്ട്. അപ്പൊ ശിവഭക്തന്മാരിൽ അഗ്രഗണ്യനാണ് വിഷ്ണു ഭഗവാൻ. വിഷ്ണുവിന്റെ ആ ഒരു ഭക്തി ഉണ്ടെങ്കിലേ ശിവപൂജ ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. കാരണം എന്താ, അത്രയും ഉറച്ച ഭക്തി. പൂ തികയാതെ വരുമ്പോ ഏത് ഭക്തനാണ് അവനവന്റെ കണ്ണ് ചുഴ്ന്നു കൊടുക്കുന്നത്? നമ്മൾ അത്രയും ദൃഢമായിട്ടുള്ള ഒരു ഭക്തി നമുക്കുണ്ടോ? ഇല്ല. പക്ഷെ ആർക്കുണ്ട്? വിഷ്ണു ഭഗവാനുണ്ട്. വിഷ്ണു ഭഗവാന്റെ ആ ഭക്തി നമുക്കുണ്ടെങ്കിൽ മാത്രമേ ശിവപൂജ ചെയ്യാൻ നമുക്ക്, നമ്മളെ പോലുള്ള തുച്ഛരായിട്ടുള്ളവർക്ക്, ആ ഒരു ഭക്തി ഉറച്ചിട്ടില്ലാത്തവർക്ക് വിഷ്ണുവിന്റെ ഭക്തി തന്നെ കണ്ടുപഠിക്കണം. അപ്പൊ ഇനി ഗന്ധം കൊടുക്കണം. ഇത് ഓരോന്ന് പറയുകയാണ് ശിവന്, ഓരോന്ന് അർപ്പിക്കാം. അപ്പൊ ഗന്ധം വഹിക്കുന്ന കാറ്റിന്റെ ഭാവമുണ്ടെങ്കിൽ മാത്രമേ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഈശ്വരന് ഗന്ധം വ്യാപിപ്പിച്ച് സമർപ്പിക്കാൻ സാധ്യമാകൂ. കാറ്റാണ് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കാറ്റിനെ പോലെ എല്ലായിടത്തും വ്യാപിക്കുന്ന കാറ്റിന് മാത്രമേ അദ്ദേഹത്തിന് ഈ ഗന്ധത്തെ സമർപ്പിക്കാൻ പറ്റൂ. ഗന്ധപുഷ്പ ധൂപദീപ നൈവേദ്യങ്ങൾ എങ്ങനെ സമർപ്പിക്കുമെന്ന് ചോദിക്കാം. അപ്പൊ എല്ലാ ദേവന്മാർക്കും നൈവേദ്യമാകുന്ന ഹവിസ് എത്തിക്കണമെങ്കിൽ എന്ത് വേണം? അഗ്നിയുടെ ദേവനായ, അഗ്നിയുടെയും ദേവതയായിട്ടുള്ള ഇന്ദ്രന്റെ ഭാവമുണ്ടെങ്കിൽ മാത്രമേ ഭഗവാന് നൈവേദ്യം സമർപ്പിക്കാൻ സാധിക്കൂ. ഇനി പാത്രമാണെങ്കിലോ എന്തിനു കൊടുക്കും ഭഗവാന്? സൂക്ഷ്മ പ്രപഞ്ചത്തിന്റെ സമഷ്ടി രൂപമായിരിക്കുന്ന ഹിരണ്യഗർഭൻ, സ്വർണം പോലെ പ്രകാശിക്കുന്ന, സ്വർണം പോലെ ഇരിക്കുന്ന പുരുഷൻ, അതാണ് ഹിരണ്യഗർഭൻ. അപ്പൊ നഖാഗ്രം വരെ, നഖത്തിന്റെ അഗ്രം വരെ സ്വർണ്ണ നിറമുള്ളവരാണ് ഹിരണ്യഗർഭൻ. അദ്ദേഹം തന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും വസ്ത്രത്തിൽ നൂല് എന്ന പോലെ വ്യാപിച്ചിരിക്കുകയാണ്. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന സൂക്ഷ്മ പ്രപഞ്ചത്തെയാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹിരണ്യഗർഭത്വമുള്ള ഒരു പാത്രമുണ്ടെങ്കിൽ മാത്രമേ ഈ സർവേശ്വരന് നിവേദ്യം സമർപ്പിക്കാൻ സാധിക്കൂ. അപ്പൊ മനുഷ്യനായി എനിക്ക് ഇതിനൊന്നും സാധ്യമല്ല എന്ന് പറയുക. നമ്മൾ എത്ര ലിമിറ്റഡ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയില്ലേ, ശരീരത്തിനകത്തിരിക്കുന്ന എനിക്ക് ഇതൊന്നും സാധ്യമല്ല. വെറും പരമേശ്വര ധ്യാനം മാത്രമേ എനിക്ക് ചെയ്യാൻ സാധ്യമുള്ളൂ. അല്ലയോ ഭഗവാനെ, ഞാൻ എന്ത് ചെയ്യും? ഇതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ യോഗവാസിഷ്ഠം പറയണു, സത്യസ്വരൂപനും ബോധരൂപിയുമായിട്ടുള്ള ആത്മാവ് തന്നെയാണ് ഈശ്വരൻ. സ്മരണരൂപമായിരിക്കുന്ന ആ ഈശ്വര ധ്യാനം തന്നെയാണ് ഭഗവാന്റെ യഥാർത്ഥ പൂജ. അപ്പൊ നമ്മൾ ഇതൊന്നും വിഷമിക്കണ്ട. നല്ല പാത്രം കിട്ടിയില്ല, ഹവിസ് കൊടുക്കാൻ പറ്റിയില്ല, ഗന്ധം സമർപ്പിക്കാൻ പറ്റിയില്ല, പുഷ്പം പറ്റിയില്ല, ഇങ്ങനെ ഒന്നും പറഞ്ഞ് നിങ്ങൾ ആരും വിഷമിക്കണ്ട. എന്ത് വേണം? യോഗവാസിഷ്ഠം, അത് ജ്ഞാനവാസിഷ്ഠം തന്നെയാണ്. അതിൽ പറയുകയാണ്, സത്യസ്വരൂപനായിരിക്കുന്ന, ബോധസ്വരൂപനായിരിക്കുന്ന ആത്മാവ് ആണ് ഈശ്വരൻ എന്ന് ആർക്ക് ഉറയ്ക്കുന്നു അവർക്ക് സ്മരണരൂപമായിരിക്കുന്ന ഈശ്വര ധ്യാനം. നമ്മളൊന്ന് നമ്മുടെ ഹൃത് പുണ്ഡരീകത്തിൽ ഈശ്വരനെ ഒന്ന് ധ്യാനിക്കുമ്പോൾ അതാണ് ഭഗവാനുള്ള യഥാർത്ഥ പൂജ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈശ്വര ധ്യാനം നമ്മുടെ ഉള്ളിൽ തന്നെ ചെയ്യണം. നമ്മൾ ബാഹ്യമായിരിക്കുന്ന സാധനങ്ങൾക്കോ അതിന്റെ ഒരുക്കുകൂട്ടലിനോ ഒന്നും സമയം കളയേണ്ട ആവശ്യമില്ല. എപ്പോഴൊക്കെ ഈശ്വരനെ ഉള്ളിൽ കാണുന്നോ, എപ്പോഴൊക്കെ നമ്മുടെ ആത്മാവായിട്ട് ഈശ്വരനാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് ബോധ്യം വരുന്നോ, അപ്പൊ അതാണ് യഥാർത്ഥമായിട്ടുള്ള. ബാക്കിയുള്ളതൊക്കെ എന്താ, എന്തൊക്കെയോ നേടാനുള്ള ഒരു പൂജയാണ്. അപ്പൊ അതിലൊക്കെ കുറവുകൾ ഉണ്ടാവാം, പുഷ്പങ്ങൾക്ക് കുറവുണ്ടാകാം, ഗന്ധം നമുക്ക് പറ്റിയില്ല, നമ്മൾ ഉദ്ദേശിച്ച നൈവേദ്യം കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ആ ഈശ്വരൻ തന്നെ എൻ്റെ ജീവാത്മാവിന്റെ സ്വരൂപത്തില് എൻ്റെ ഉള്ളിലെന്ന് ഓർക്കുന്ന നിമിഷം അവിടെ യഥാർത്ഥമായിരിക്കുന്ന പൂജ കഴിഞ്ഞു. ആ ഭഗവാന് 3 ലോകത്തിലും പരമ കാരണമായിരിക്കുന്നവനാണ്. കാരണം ലക്ഷം സൂര്യ ശോഭയോട് കൂടിയവനും സകലത്തിന്റെയും ഉള്ളിലിരുന്ന് പ്രകാശിപ്പിക്കുന്ന ആ ബോധസ്വരൂപനായിരിക്കുന്ന ആ ശിവനെ സ്മരണ ചെയ്യുന്നത് തന്നെയാണ് യഥാർത്ഥ പൂജ. ഇത് നല്ലവണ്ണം നമ്മൾ ഉപാസകര് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ ശിവാനന്ദ ലഹരി ഒന്ന് വായിച്ചു പോകുന്നത്. കാരണം ഇതിനകത്ത് മർമ്മത്തില് നമ്മൾ ഉൾക്കൊള്ളേണ്ട ചെറിയ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അതിന്റെ ചെറിയ കാര്യങ്ങളിലൂടെ കിട്ടുന്ന അനുഗ്രഹമോ അത് വളരെ വലുതാണ്. ഒരു ദിവസം നമുക്ക് പൂജാ സാമഗ്രികൾ കിട്ടിയില്ല, ഒരു ചാമ്പ്രാണിത്തിരി കത്തിക്കാൻ പറ്റിയില്ല, ഇല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിൽ ഒരെണ്ണം കുറഞ്ഞു പോയി, നെയ്യ് കിട്ടിയില്ല, എന്തെങ്കിലും മനുഷ്യനല്ലേ ഇന്നത്തെ സാഹചര്യത്തില് കിട്ടിയില്ല എന്ന് ഓർത്ത് വിഷമിക്കണ്ട. അവിടെ അരമണിക്കൂർ ഇരുന്ന് ഈശ്വര ധ്യാനം ചെയ്യുക. അപ്പൊ ഏറ്റവും വലിയ പൂജയാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. ആ ബോധസ്വരൂപനായ ശിവനെ നമ്മൾ സ്മരണ ചെയ്യുക. യഥാർത്ഥ പൂജ ഇതാണെന്ന് പറയുമ്പോൾ പിന്നെ അതിനപ്പുറം ഇല്ല. അപ്പൊ ജ്ഞാന ഉപദേശം തരുന്ന ഗുരുവാണ്
പ്രത്യക്ഷനായിരിക്കുന്ന ഈശ്വരൻ, ആ ഗുരുവിന് തുല്യമായിട്ട് മറ്റൊന്നുമില്ല. ശങ്കരാചാര്യരുടെ ശതശ്ലോകി തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. മൂന്ന് ലോകങ്ങളുടെ ഉള്ളിലും ജ്ഞാനമായിട്ട്, അതായത് ജ്ഞാനദാതാവായിട്ടിരിക്കുന്ന സദ്ഗുരുവിന് അതിന് ഉപമാനമായിട്ട് വേറൊന്നും പറയാനില്ല. കാരണം ഇരുമ്പിന് സ്വർണഭാവം കൊടുക്കുന്ന സ്പർശമണി, ചിന്താമണിയാണ് സ്പർശമണി എന്ന് പറയുന്നത്. ഇരുമ്പിന് സ്വർണഭാവം കൊടുക്കുന്നതാണ് ഈ സ്പർശമണി. അതിന്റെ സ്പർശത്വം കൊടുക്കുന്നില്ല. അത് എപ്പോഴും വീണ്ടും വീണ്ടും വേറൊരു എന്താ പറയുക, ഇരുമ്പ് വന്നാൽ വീണ്ടും അതിനെ തൊടുമ്പം അതിനെ സ്വർണമാക്കി കൊടുക്കും, ഇല്ലേ കാന്തമാക്കി കൊടുക്കും. പക്ഷെ ഇതിന്റെ സ്പർശത്വം എന്ന് പറയുന്നതിന്റെ ഗുണം അത് കൊടുക്കണില്ല. എന്നാൽ സദ്ഗുരുനാഥൻ എന്താ കൊടുക്കുന്നത്? തന്റെ പാദങ്ങളിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി തനിക്ക് തന്നെ സമാനനാക്കാൻ വേണ്ടി തന്റെ സകല ജ്ഞാനത്തെയും ദാനം ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുന്നു. അതുകൊണ്ടല്ലയോ ആ സദ്ഗുരുനാഥൻ ഉപമാനമില്ലാത്തവനാണ്, അലൗകികനാണ്. അപ്പൊ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തില് ഭഗവാൻ തന്റെ ഉപാസന എന്ന പേരിൽ താൻ ചെയ്തു പോയ 3 അപരാധങ്ങൾക്ക് മാപ്പ് പറയാണ്. വളരെ വിശേഷപ്പെട്ട ചെറിയ ഒരു സ്തോത്രമാണ് ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം. ഞാൻ ആ തെറ്റുകൾ ചെയ്തു പോയി എന്ന് ശങ്കര ഭഗവത്പാദർ ശിവനോട് അപേക്ഷിച്ച് കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുകയാണ്. എന്താണ് അദ്ദേഹം ചെയ്ത 3 തെറ്റുകള്? അപ്പൊ അതിനകത്ത് പറയുന്നു, ഇത് വളരെ പ്രശസ്തമായിരിക്കുന്ന ഒരു ശ്ലോകമാണ്. രൂപം വിവർജിതസ്യ ഭവതോ ധ്യാനേന യത് കൽപ്പിതം സ്തുത്യ നിർവചനീയത അഖില ഗുരു ദൂരീകൃതായന്മയ വ്യാപ്തിത്വം ച നിരാകൃതം ഭഗവതോ യത് തീർത്ഥയാത്രാദിന ക്ഷന്തവ്യം ജഗദീശ്വര മത് വികലതാം ദോഷത്രയം മത്കൃതം. നമ്മൾ ഓരോരുത്തരും ഈശ്വരനോട് പറയേണ്ട 3 കാര്യങ്ങള് ശങ്കരാചാര്യ സ്വാമികൾ മാത്രമല്ല നമ്മളും നമ്മൾ ചെയ്യുന്ന മഹാ അപരാധമാണ് ഈ 3 എണ്ണം. കാരണം എന്താണ് ഈ മഹാ അപരാധം? അത് ദിവസവും ചെയ്തുകൊണ്ടിരിക്കണം. അതിനപ്പുറം പോയെങ്കിൽ മാത്രമേ ഈശ്വരരുമായിട്ട് നമുക്ക് ആ ഒരു യഥാർത്ഥത്തിലുള്ള സംയോഗം അല്ലെങ്കിൽ യോഗം സാധ്യമാവുള്ളൂ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ പ്രാർത്ഥന ദിവസവും പറയണം. അതായത് നാമരൂപ പ്രപഞ്ചത്തിന്റെ ഘടകമായിരിക്കുന്ന രൂപം. നമുക്കറിയാം പ്രപഞ്ചം എന്ന് പറയുന്നത് നാമരൂപങ്ങളാണ്, അല്ലെ? അതിന്റെ ഒരു ഘടകം എന്താണ്? രൂപം. ആ രൂപമില്ലാത്ത അങ്ങയ്ക്ക് രൂപം കൽപ്പിച്ച് ആരാധിച്ചു. അതുകൊണ്ട് ഭഗവാനെ രൂപവർജിതത്വത്തെ, അതായത് അദ്ദേഹത്തിന്റെ നിരാകാര സ്വരൂപത്തെ, ശിവൻ എന്ന് പറഞ്ഞാൽ എന്താ? നിരാകാര ബ്രഹ്മമാണല്ലേ? നിർഗുണ നിരാകാര പരബ്രഹ്മ സ്വരൂപം. ആ സ്വരൂപത്തെ നമ്മൾ എന്താ രൂപം കൽപ്പിച്ച് ആരാധിക്കുകയാണ്. അതൊരു വലിയ തെറ്റാണ്, അല്ലെ? കാരണം രൂപവർജിതത്വം എന്ന് പറയുന്ന ആ ഒരു തത്വത്തെ വർജിച്ചവനാണ് ഞാൻ. ഞാൻ ഒന്നാമതായി ചെയ്ത അപരാധാണ്. ഭഗവാനെ എന്നോട് പൊറുക്കൂ. ഇനി നാമരൂപ പ്രപഞ്ചത്തിന്റെ മറ്റൊരു ഘടകമാണ് നാമം എന്നത്. ആ നാമം എന്ന ഘടകത്തെ വാക്കുകൾ കൊണ്ടുള്ള സ്തോത്രങ്ങളിൽ കൂടി വർണ്ണിച്ചു സ്തുതിച്ചത് കൊണ്ട് അവിടത്തെ അവർണ്ണനീയമായിരിക്കുന്ന ആ ഒരു തലത്തെ ഞാൻ നിന്ദിച്ചു. അതാണ് എൻ്റെ 2ാമത്തെ അപരാധം. ഓരോ പ്രത്യേക ക്ഷേത്രങ്ങളിൽ നമുക്കറിയാം ഭഗവാൻ ഓരോ പ്രത്യേക രൂപഭാവങ്ങൾ കൊടുത്താണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, അല്ലെ? ശരിക്കും അരൂപമായിരിക്കുന്ന, യാതൊരു രൂപവുമില്ലാത്ത അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ആ ഒരു സത്യാവസ്ഥയെ മറച്ചു വെച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ മഹത്വത്തെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഓരോ ക്ഷേത്രത്തിലും ഓരോ രൂപത്തില് ആ ഒരു പ്രത്യക്ഷ രൂപത്തില്, ശിവലിംഗ രൂപത്തിലും അല്ലാത്ത രൂപത്തിലും ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ സ്ഥിതി ചെയ്യുന്നു. ആ ഒരു മൗഢ്യധാരണയോട് ഒരുപാട് തീർത്ഥാടനങ്ങൾ ഞാൻ നടത്തി. ശിവനെ കാണാൻ വേണ്ടി ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ സഞ്ചരിച്ചു. കാരണം അങ്ങേക്ക് രൂപമില്ല. ശിവലിംഗം എന്ന് പറഞ്ഞാൽ തന്നെ ലിംഗം, അടയാളം, അദ്ദേഹത്തിന്റെ ഒരു അടയാളം മാത്രമാണ്, അതിന് രൂപമില്ല. പക്ഷെ ഞാനോ അദ്ദേഹത്തിന്റെ ഈ അങ്ങയുടെ സർവ്വവ്യാപിത്വത്തെ ഞാൻ അപമാനിച്ചു. എന്താ അപമാനിക്കാൻ കാരണം? അങ്ങയെ അന്വേഷിച്ച് ഞാൻ തീർത്ഥാടനങ്ങൾ ചെയ്തു. ഇതെന്റെ 3ാമത്തെ അപരാധമാണ്. ഞാൻ ചെയ്തു പോയ ഈ 3 അപരാധങ്ങളെയും ക്ഷന്തവ്യം ജഗദീശ്വര മത് വികലതാം ദോഷത്രയം മത്കൃതം. ഞാൻ ചെയ്ത വികലമായിരിക്കുന്ന ഈ 3 ദോഷങ്ങള് അല്ലയോ ഭഗവാനെ അങ്ങ് ക്ഷമിച്ചാലും. അങ്ങ് ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കാളകൂട വിഷം കുടിച്ചത്. അപ്പൊ അതിനെ കണ്ഠത്തിൽ തന്നെ നിർത്തിയിരിക്കുക. എന്താ? തുപ്പിയാൽ ലോകം നശിക്കും, ഇറക്കിയാൽ അദ്ദേഹത്തിന്റെ ജീവന് പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം ഉള്ളിലും
പുറത്തുമുള്ളവരെ രക്ഷിക്കാനായിരുന്നു ഇതെല്ലാം ചെയ്തത്. ഉള്ളില് ആ ശിവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഉള്ളിലാണ് എല്ലാ ജീവനുകളും. അവിടെ തിരോധാനം കഴിഞ്ഞ് അനുഗ്രഹം കിട്ടുന്നിടം വരെ എല്ലാ ജീവനും സുരക്ഷിതമായിട്ടിരിക്കുന്ന സ്ഥലമാണ് അദ്ദേഹത്തിന്റെ ഉള്ള്. അപ്പൊ അങ്ങോട്ട് ഇറക്കിയാൽ എന്ത് ചെയ്യും? കാളകൂട വിഷം അവിടെ ഉള്ളവര് നശിക്കും. പുറത്തോട്ട് തുപ്പിയാലോ ഈ പുറത്തുള്ള ജഗത്തിലുള്ള എല്ലാം നശിക്കും. അപ്പോ ഇതൊന്നും ആർക്കും ഒരു നാശവും വരാതെ, അല്ലയോ ഭഗവാനെ, അങ്ങയെപ്പോലെ ഒരു സ്നേഹം ഇത്രത്തോളം അനുഗ്രഹമുള്ള ഒരാൾ വേറെ ആരുണ്ട്? അദ്ദേഹം കണ്ടത്തിൽ തന്നെ തന്റെ ആ ഒരു കഴുത്തിൽ തന്നെ അതിനെ നിർത്തിയിരിക്കുകയാണ്. ഇന്നും ആ കണ്ഠത്തില് കറുത്ത കല്ലുപോലെ ശോഭിക്കുകയാണ്. അല്ലയോ ശിവഭഗവാനെ, അങ്ങ് എന്താ പറയാ, വലിയ കൂടിയ പൂക്കളൊന്നും അങ്ങയ്ക്ക് തരണ്ട, ഞാൻ ഒന്നിനു വേണ്ടിയും നടക്കണ്ട. കാരണം എരിക്ക്, യാതൊരു മണവുമില്ലാത്ത എരിക്ക്, ഒരു കൂവളത്തല, ഇതൊക്കെ കൊണ്ടുപോലും അർച്ചന ചെയ്താൽ അങ്ങയ്ക്ക് നമുക്ക് തരുന്നതോ അങ്ങ് ഞങ്ങൾക്ക് തരുന്നത് ഉയർന്ന മോക്ഷ ഐശ്വര്യമാണ്. നമ്മൾ കൊടുക്കുന്നത് വെറും വിലയില്ലാത്ത, നമുക്കറിയാം റോഡരികിലൊക്കെ പൊടിച്ചു നിൽക്കുന്ന ഒരു ചെടിയാണ് എരിക്കിൻ പൂവ്. ആ എരിക്കിന്റെ പൂവ് കൊണ്ട് ഞങ്ങൾ അർച്ചിക്കുന്നു. വെറും കൂവളത്തല കൊണ്ട് അങ്ങയ്ക്ക് ഞങ്ങൾ അർച്ചന ചെയ്യുന്നു. പക്ഷെ ഞങ്ങളുടെയോ ത്രിഗുണം ത്രിഗുണാകാരം ത്രിനേത്രം ച ത്രിയായുധം ത്രിജന്മ പാപസംഹാരം ഏകബില്വം ശിവാർപ്പണം. ഒരു ബില്വപത്രം കൊണ്ട് ഞാൻ അങ്ങേക്ക് അർച്ചന ചെയ്യുമ്പോൾ എന്റെ ത്രിജന്മം, 3 ജന്മത്തെ പാപമാണ് അങ്ങ് ഇല്ലാതാക്കുന്നത്. അപ്പോ ഇത്രയും ഐശ്വര്യം തരുന്ന, ഏറ്റവും ഉയർന്ന മോക്ഷ ഐശ്വര്യം തരുന്ന അല്ലയോ ഭഗവാനെ, ഞാൻ എന്തിനാണ് അന്യദേവതകളെ ആശ്രയിക്കാൻ പോകുന്നത്? എനിക്ക് അന്യദേവതകളെ ഒന്നും ആശ്രയിക്കേണ്ടി വരില്ല. ഗംഗാപ്രവാഹത്തെ വിട്ട് മരുമരീചിക തേടി പോകുന്നതിന് തുല്യമാണ് അങ്ങയെ വിട്ട് മറ്റുള്ള ഈശ്വരന്മാരെ തേടി പോകുന്നത്. ആ നവധാ ഭക്തിയിലെ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദ്യം, ദാസ്യം, സഖ്യം, ഇത് എന്താ പറയാ, ആ ഒരു ആത്മനിവേദനം എന്ന് പറയുന്ന ഒരെണ്ണം മാത്രം മതി എന്ന് പ്രഹ്ലാദൻ പറയുന്നു. വേറെ ഒന്നും വേണ്ട. ആ ആത്മനിവേദനം എന്ന് പറയുന്ന ആ ഒരു ഏറ്റവും ഉയർന്നതാണ് അങ്ങേക്ക് വേണ്ടത്. അതിന്റെ പേരാണ് പൂർണ്ണ ശരണാഗതി. അപ്പൊ അത് മാത്രം, അദ്ദേഹത്തിന് വേറെ ഒന്നും വേണ്ട. നമ്മൾ സദാ ചിന്തിക്കോ പാദസേവനം ചെയ്യോ ഒന്നും വേണമെന്ന് പറയണില്ല. വെറും ഒരു കൂവളത്തല കൊണ്ട് ഒരു അർച്ചനയും ഒരു എരിക്കിന്റെ പൂ കൊണ്ട് ഒരു എന്താ, നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്തോ അത് മനസ്സോടുകൂടി കൊടുക്കുക, അത് മാത്രമേ അദ്ദേഹം ചോദിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് പക്ഷെ അദ്ദേഹം തരുന്നതോ സാധാരണ കാര്യമൊന്നും അല്ല. സാധാരണ ദേവന്മാർക്ക് അനേക ലക്ഷങ്ങൾ ചെലവാക്കി പൂജ ചെയ്താലും കിട്ടാത്ത മോക്ഷ ഐശ്വര്യമാണ് ഈ ശിവഭഗവാൻ നമുക്ക് തരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് കൊടുക്കേണ്ട എന്താ? ആത്മനിവേദനം. യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി തദാസി യത് തത് തപസ്യസി കൗന്ദേയ തത് കുരുക്ഷ മദർപ്പണം എന്ന് ഭഗവാൻ പറയുന്ന പോലെ എന്താ? മദർപ്പണം, പൂർണ്ണ ശരണാഗതി. യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി, എന്താണ് എല്ലാം ചെയ്യുന്നത് എല്ലാം തന്നെ. തപസ്യസി കൗന്ദേയ തത് കുരുക്ഷ മത് അർപ്പണം. നീ ചെയ്യുന്നതും ഭക്ഷിക്കുന്നതും ഹോമിക്കുന്നതും ദാനം ചെയ്യുന്നതും എല്ലാം എന്ത് വേണം? എനിക്ക് സമർപ്പണമായി ചെയ്യുക. അതായത് ആത്മസമർപ്പണം എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. അതാണ് ഇത് പറഞ്ഞത്. എന്നില് ഭഗവാൻ കൃഷ്ണൻ പറയണു, നിങ്ങൾ എല്ലാം എന്നിൽ അർപ്പിച്ച് ചെയ്യൂ. അത് തന്നെയാണ് ഈ കൃഷ്ണനും ശിവനും വിഷ്ണു ഒന്നും വേറെയല്ല, എല്ലാം ഒന്നാണ്. ശ്രീ പരമേശ്വരൻ എന്ന് പറയുന്ന ഭഗവാൻ കാലഭൈരവൻ കൂടെയാണ്, അല്ലെ? ശുദ്ധമായിട്ടുള്ള ഭക്തി മാത്രമാണ് ചോദിക്കുന്നത്, വേറെ ഒന്നും നമ്മുടെ ഒന്നും ചോദിക്കുന്നില്ല. അപ്പൊ നമുക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ശിവഭജനത്തിന്റെ അർത്ഥം എന്താ? അത് നമുക്ക് കൊടുക്കാൻ കഴിയണം. കാരണം കൽപ്പാന്തകാലത്തില് ബ്രഹ്മാവും വിഷ്ണുവും ഇന്ദ്രനും കുബേരനും എല്ലാം ഇല്ലാതാകും. അപ്പൊ നമ്മൾ ഈ തുച്ഛമായിരിക്കുന്ന ദേവതാ സങ്കല്പത്തിൽ പോയാല് ഒരു കൽപ്പാന്തം എന്ന് പറയുന്ന ഒരു പ്രളയകാലം വരും. അപ്പോഴ് ബ്രഹ്മ വിഷ്ണു ഇന്ദ്രൻ കുബേരൻ എല്ലാരും ഇല്ലാതാകുമ്പോ ഈ പരമശിവൻ മാത്രമാണ് പരാശക്തിയോടുകൂടി ആനന്ദമായിട്ട് വിഹരിക്കുന്നത്. രണ്ടുപേരേ ഉണ്ടാവുള്ളൂ ഈ പ്രപഞ്ചത്തിലെ. പ്രപഞ്ചാതീതമായിട്ടും പ്രപഞ്ചത്തിലും ഇരിക്കുന്ന രണ്ടുപേര് ആരൊക്കെയാണ്? പരമേശ്വരനും പരാശക്തിയും. അങ്ങല്ലാതെ ആരാണ് ഞങ്ങളുടെ ഈ യോഗക്ഷേമം വഹിക്കുന്നത്? അപ്പൊ ഭഗവാന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞങ്ങളുടെ യോഗത്തെ, ഞങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് താല്പര്യം അങ്ങല്ലാതെ വേറെ ആരാണ് ഇവിടെ ഉള്ളത്? അനന്യ ചിന്തയന്തോമാം ഏ ജനാപര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം വഹാമ്യഹം. ആരാണ് ഈ അനന്യ ചിത്തരെന്ന് പറയുന്നത്? ഞങ്ങളിൽ നിന്ന് ഭിന്നരായിട്ട് വേറെ ഒന്നും കാണുന്നില്ല.
തങ്ങളിൽ നിന്ന് വേറെ അല്ല ഈശ്വരൻ. അവർ സ്വന്തം യോഗക്ഷേമത്തിനായിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല. ജീവിതത്തിലും മരണത്തിലും ആസക്തിയില്ല. കേവലം ഭഗവത് ചരണങ്ങളെ മാത്രം ചിന്തിക്കുന്നവരെയാണ് അനന്യ ചിന്തർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ അതില് ഈ ഒരു വാക്ക് അവിടെ പ്രയോഗിച്ചത്. അല്ലാതെ എല്ലാവർക്കും ഞാൻ യോഗക്ഷേമം കൊടുക്കാന്ന് പറഞ്ഞില്ല. അനന്യ ചിന്തയന്തോ മാം, അനന്യ ഭക്തര്. അവർക്കെന്താ ഒരു പ്രത്യേകത? അവർക്ക് സ്വന്തം യോഗക്ഷേമത്തിനായിട്ട് ഒന്നും വേണ്ട. അവർക്ക് ജീവിതവും വേണ്ട, മരണവും വേണ്ട, എന്ത് വന്നോട്ടെ. പക്ഷെ അവരാ ഈശ്വരന്റെ പാദചരണങ്ങളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നവര്. അവരുടെ ജീവനെ ബ്രഹ്മ ഐക്യം കൊടുത്ത് ക്ഷേമമായിട്ട് നിലനിർത്തുക ഭഗവാൻ ചെയ്യുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പൊ എന്നെ അങ്ങനെ ആരെ ആശ്രയിക്കുന്നു അവരെ ഞാൻ എന്ത് ചെയ്യും? അവരുടെ യോഗക്ഷേമം ഞാൻ എടുത്തിരിക്കും. ഇപ്പൊ സ്ഥൂല സൂക്ഷ്മ വസ്തുക്കളെല്ലാം, അത് സ്ഥൂല സൂക്ഷ്മ വസ്തുക്കളിലെല്ലാം പരമാത്മാവും പരമാത്മാവിൽ സകല പ്രപഞ്ച വസ്തുക്കളും സ്ഥിതി ചെയ്യുന്നതായിട്ട് കാണുന്നവരാണ് ഉത്തമ ഭക്തന്മാരെന്ന് ഭാഗവതവും പറയുന്നു. അപ്പൊ നമുക്കിവിടെ യാതൊരു വിധത്തിലുള്ള വേർതിരിവും വേണ്ട. സ്ഥൂല സൂക്ഷ്മ വസ്തുക്കളില് പരമാത്മാവുണ്ട്, പരമാത്മാവിൽ ഈ സകല പ്രപഞ്ചവും അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് ബുദ്ധിയിൽ ഉറയ്ക്കണം. അവരെ മാത്രമാണ് നമ്മൾ ഉത്തമ ഭക്തരെന്ന് പറയുന്നത്. അനന്യമായിരിക്കുന്ന അഖണ്ഡമായ ഒരു ശരണാഗതി എന്നാലേ വരുള്ളൂ. ഇത് നമ്മുടെ ബുദ്ധിയിൽ ഉറപ്പിക്കണം. പതുക്കെ പതുക്കെ, അതുകൊണ്ടാണ് ശനയിച്ച ഉപരമേതെന്ന് പറയുന്നത്. പതുക്കെ 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 കേട്ടും അറിഞ്ഞും കണ്ടും ചിന്തിച്ചുമൊക്കെ നമ്മൾ അതില് എത്തിച്ചേരണം. അപ്പൊ ഈ മനുഷ്യന്റെ മുമ്പിൽ എപ്പോഴും രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന് പരമമായിരിക്കുന്ന നിരതിശയമായിരിക്കുന്ന ആനന്ദമാകുന്ന ശ്രേയോ മാർഗം. മറ്റതോ താൽക്കാലികമായിരിക്കുന്ന ഇന്ദ്രിയ സുഖങ്ങളെ കൊടുക്കുന്ന പ്രേയോ മാർഗം. അപ്പോ രണ്ട് മാർഗങ്ങൾ എപ്പോഴും മനുഷ്യന്റെ മുമ്പിലുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഏത് സ്വീകരിക്കുന്നു? ഒന്ന് ആധ്യാത്മികമായിട്ടുള്ള സദാചാരങ്ങൾക്ക് മൂല്യം കൊടുത്തുകൊണ്ടുള്ള സദാചാരത്തിലൂടെ നയിക്കുന്നതായിട്ടുള്ള ഒരു യാത്ര. നമ്മൾ സദാചാരം എന്താണെന്ന് കണ്ടു. സത്തിനെ ആചാരമാക്കി ധരിക്കുന്നതാണ് സദാചാരം. അപ്പൊ മറ്റൊന്ന് ജീവിത മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർമ്മത്തിലേക്ക് നയിക്കുന്ന ഒരു ജീവിതം. ഇതിൽ ഏത് വേണം എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അതിൽ ഏത് തീരുമാനിച്ചാലും അത് നമ്മുടെ ശ്രേയസ്സിനാണെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ വിചാരിക്കുന്നു അത് നമ്മളാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതാരാ ചെയ്യുന്നത്? നമുക്ക് വേണ്ടത് ഈശ്വരനാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. കാരണം നമുക്ക് ഇഷ്ടമുണ്ട്, നമുക്ക് ശ്രേയസ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രേയസ് കിട്ടണമെങ്കിലും ഈശ്വരാധീനം വേണം. കാരണം ജീവികളുടെ കർമ്മവാസന അനുസരിച്ചാണ് ശ്രേയസ്സോ പ്രേയസ്സോ കിട്ടുന്നത്. അത് കൊടുക്കപ്പെടുക ചെയ്യുന്നത്. നമുക്ക് പിടിച്ചു വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ശ്രേയോ മാർഗത്തെ സ്വീകരിക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ കർമ്മവാസന അനുസരിച്ചിട്ടാണ് നമുക്ക് നൽകപ്പെടുക ചെയ്യുന്നത്. അപ്പൊ ഇത് വേറെ ആരോ തരുന്നതാണ് അല്ലെ? നമ്മുടെ കർമ്മത്തെ ഒരു എന്താ പറയാ ഒരു അളവുകോലായിട്ട് വെച്ച് നമുക്ക് പ്രപഞ്ചത്തിൽ വരുമ്പോ ഇന്നത് തരണം എന്ന് നിശ്ചയിക്കപ്പെടുന്ന ഒരു ശക്തിയുണ്ട്. അപ്പോ അവസാനം എല്ലാവർക്കും പ്രേയസ് കൊടുക്കുന്ന ആളുകളാണ് ശിവശക്തികൾ. കാരണം അവരെന്താ? അച്ഛനമ്മമാരുടെ സ്ഥാനമാണ്. നമ്മൾ ഒരുപാട് ജന്മങ്ങളില് ഒരുപാട് കഷ്ടത അറിഞ്ഞ് ഈ ജ്ഞാനഭക്തി മാർഗത്തിലേക്ക് വരണത് വരെ ജന്മങ്ങളാകുന്ന ഈ ചക്രത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ എല്ലാവർക്കും മുക്തി കൊടുക്കും. അത് എപ്പോഴാന്നുള്ള ചോദ്യത്തിന് ഇതാണ് പറയുന്നത്. കർമ്മഗതിക്കനുസരിച്ച് എല്ലാവർക്കും കൊടുക്കുമെങ്കിലും നമുക്ക് ഇപ്പൊ തന്നെ വേണം എന്ന് വാശി പിടിക്കാൻ പറ്റില്ല. കാരണം നമുക്കിപ്പോ നമ്മളെ കർമ്മത്തിന്റെ നേരത്തെ ചെയ്ത കർമ്മങ്ങൾ എന്താണെന്ന് ഭഗവാന് മാത്രമേ അറിയാവൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവർക്കും ഒരു കാലത്ത് പ്രേയസ് തന്നെ കിട്ടും. ആ ഒരു മുക്തിപദത്തിൽ എത്തിയാൽ മാത്രമേ ഈ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും എന്താ പറയാ ആ ഒരു മുക്തിപദത്തെ പ്രാപിക്കാം. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ പറ്റും. ഇല്ലെങ്കിൽ ഏവം പ്രവർത്തിതം ചക്രം എന്ന് പറഞ്ഞ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ജനന മരണ ചക്രത്തിൽ സദാ നമ്മൾ ഉൾപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ചരാചര ലോകത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? ഈ ശിവചൈതന്യമാണ്, ഈ ശിവഭഗവാനാണ്. എല്ലാവരുടെയും ഗുരുവോ? അതും അവിടുന്നാണ്. അപ്പൊ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പലതും അനുഭവിച്ച് മുന്നോട്ട് പോകേണ്ട കർമാനുസാരികളായിരിക്കുന്ന നമ്മുടെ ആവശ്യം അറിഞ്ഞ് നമുക്ക് വേണ്ടപ്പോൾ വേണ്ടത്, ആഗ്രഹമല്ല, ആ ഒരു യഥാർത്ഥത്തില് നമുക്ക് അനുയോജ്യമായിരിക്കുന്ന ഫലങ്ങൾ തരുവാൻ കഴിവുള്ള ഭഗവാനോട് പ്രപഞ്ച നാടകത്തിന്റെ രംഗപീഠത്തിലേക്ക് അഭിനയിക്കാൻ വിട്ടിരിക്കുന്ന ഈശ്വരനോട് അങ്ങോട്ട് കയറി ആവശ്യങ്ങൾ അറിയിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് അദ്ദേഹമാണ്.
അപ്പൊ നമ്മൾ അങ്ങോട്ട് കയറി ഒന്നും ചോദിക്കണ്ട, നമ്മൾ നമ്മളെ സമർപ്പിച്ചാൽ മാത്രം മതി. ആ ഭഗവത് സ്മരണം പ്രീതിപൂർവകം ഉള്ളിൽ കൊണ്ടു നടന്നാൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യണ്ട, ചോദിക്കണ്ട, പറയണ്ട. ഇതാണ് ഭക്തന്റെ കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്രകാരം കൃതകൃത്യനായിട്ട് ജീവിതം നയിക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഒരു യോഗത്തെയാണ് നമ്മൾ ഭക്തിയോഗം എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു പരമാനന്തരം, അതായത് ഗുരു ആ ഒരു പരമമായിട്ടുള്ള ഒരു ബന്ധമാണ് ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രക്ഷകനായിട്ട്, ഒരു ഗുരുവായിട്ട്, ഒരു ബന്ധുവായിട്ട്, അല്ലയോ പരമേശ്വര ഭവാൻ, അല്ലാതെ എനിക്ക് ആരുമില്ല, എനിക്ക് വേറെ ആരെയും ആശ്രയിക്കാനില്ല. അതുകൊണ്ട് ആ ഒരു അവിരാമം, ആ ബോധം എന്നുള്ളിൽ നിലനിർത്താൻ അവിനാശിയായിരിക്കുന്ന ഭവാൻ അവലോകമേകണേ. അപ്പൊ നമ്മൾ ഇതൊരു ഭക്തിയോഗം പറയുന്ന എന്താണ്? പരമാന്തരംഗ ഗുരു ബന്ധു രക്ഷകനായി പരമേശ്വര ഭവാൻ അല്ലാതെ ആരെനിക്ക് അവിരാമം ആ ബോധമുള്ളിൽ നിലനിൽക്കുവാൻ അവിനാശിയാം ഭവാൻ അവലോകമേകണേ. ആ പരമ അന്തരംഗ ഗുരുവായിട്ടും ഉറ്റ ബന്ധുവായിട്ടും സംരക്ഷകനായിട്ടും ഞാൻ നിന്തിരുവടി അല്ലാതെ എനിക്ക് ആരുമില്ല എന്ന ബോധം മനസ്സിൽ സദാ ഉറയ്ക്കണം. അപ്പൊ ഈ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. ഈ ശരീരമാകുന്ന ഈശ്വരൻ ഇരിക്കുന്ന ഗൃഹം എങ്ങനെ ശുദ്ധി ചെയ്യേണ്ടത്, അതിന് പ്രത്യേകിച്ച് ബാഹ്യമായിട്ടുള്ള സാധനങ്ങൾ ഒന്നും തന്നെ വേണ്ട. നമ്മൾ വെളിയിൽ നിന്ന് ഒരു സാധനവും കൊണ്ടുവരണ്ട ഈ ഗൃഹശുദ്ധിക്ക് വേണ്ടി. എന്താ? കുടം, വെള്ളം, തേങ്ങ, മാവില. നമ്മളെന്താ ഐശ്വര്യകരമായിട്ട് സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടില്ല, മംഗല്യമായിട്ട് കുടം അലങ്കരിക്കുക എന്നൊക്കെ പറയും. നമ്മുടെ ഒരു വീട്ടിലെ ഒരു ഗൃഹപ്രവേശ ചടങ്ങിനൊക്കെ നമ്മൾ മംഗല്യ രൂപത്തില് തേങ്ങയൊക്കെ അലങ്കരിച്ച് കൊണ്ടുപോകും, അല്ലെ? അപ്പൊ ഇവിടെയോ ഈശ്വരൻ ഇരിക്കുന്ന ഗൃഹം, അതിനെ എങ്ങനെയാ ശുദ്ധി ചെയ്ത് അലങ്കരിക്കേണ്ടത്? ഇതിന് ബാഹ്യമായിരിക്കുന്ന സാധനങ്ങൾ ഒന്നും തന്നെ വേണ്ട. കുടം, വെള്ളം ഇതൊന്നും വേണ്ട. പ്രസന്നമായിരിക്കുന്ന ഒരു മനസ്സ്, അത് തന്നെയാണ് കുടം അഥവാ കുംഭം. എങ്ങനെയാണ് മനസ്സ് ശുദ്ധമാക്കേണ്ടത്? അതായത് തൻ്റെ യോഗക്ഷേമം ഭഗവാൻ തന്നെ ചെയ്തോളും എന്ന ഉറച്ച വിശ്വാസം കൊണ്ട് മനസ്സിന്റെ അന്താളിപ്പ് എല്ലാം മാറി പ്രസന്നമായിട്ട് അന്തരംഗത്തിലെ ഈശ്വരനെ സദാ ചിന്തിക്കുന്നത് കൊണ്ട് മനസ്സ് നിർമ്മലവും പ്രസന്നവുമായിട്ട് തീരും. അപ്പൊ ഈ കലശത്തില് അചഞ്ചലമായിരിക്കുന്ന ഭക്തിയാകുന്ന നൂല് മുകളിൽ ഭദ്രമായി കെട്ടി അതില് മാവിന്റെ തളിരിലകൾ എന്താണ്? പരമേശ്വരന്റെ പാതാരവിന്ദങ്ങളിൽ മാത്രമുള്ള അചഞ്ചല ഭക്തി. അതാണ് നമ്മൾ ചുറ്റി കെട്ടേണ്ടത്. നിരന്തര ഭക്തിയില് ഭഗവാന്റെ ചിന്തയിലുണ്ടാകുന്ന ആനന്ദം ആ ഒരു മനസ്സാകുന്ന കുംഭത്തിലെ ജലം കൊണ്ട് നിറയ്ക്കണം. എന്താണ്? ഭഗവാന്റെ ചിന്തയിലുണ്ടാകുന്ന ഒരു ആനന്ദം. അപ്പൊ അതിങ്ങനെ അലകള് ഇളകുന്ന ഒരു ജലമായിരിക്കട്ടെ, സന്തോഷം കൊണ്ട്, ഇല്ലേ? ആ കുംഭത്തില്, ആ കുടത്തിൽ അതാണ് നമ്മൾ നിറയ്ക്കേണ്ടത്. അത് സമ്യക് ജ്ഞാനമായിരിക്കുന്ന അടപ്പ് കൊണ്ട് അടച്ച് നമ്മൾ വെക്കണം. അപ്പൊ അത് തുളുമ്പിപ്പോകാതെ അത് അടച്ചു വെക്കുക ചെയ്യുന്ന മംഗള സൂചകമായിട്ട് വച്ചിരിക്കുന്ന ജ്ഞാനം, അതിനെയാണ് നമ്മൾ നാളികേരം എന്ന് പറയുന്നത്. നാളികേരം എപ്പോഴും മംഗള സൂചകമായിട്ടാണ് പറയുന്നത്, അല്ലെ? അതില് ഉച്ചരിക്കുന്ന മന്ത്രം സത്വഗുണ യുക്തമാണ്. ആ മന്ത്രം നമഃശിവായ എന്ന് പറയുന്ന പഞ്ചാക്ഷരി മഹാമന്ത്രം തന്നെയാണ്. ഈ മന്ത്രമാണ് പുണ്യാഹ വചന മന്ത്രം. സാധാരണ ജലത്തെ പുണ്യാഹമാക്കി തീർക്കുന്ന പുണ്യാഹ മന്ത്രം. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ജപിക്കാൻ പോകുന്നത്? അങ്ങയുടെ നാമമായിരിക്കുന്ന പഞ്ചാക്ഷരി, പഞ്ചഭൂതങ്ങളെ ശുദ്ധീകരിക്കുന്ന മന്ത്രമാണ് പഞ്ചാക്ഷരി മന്ത്രം. അപ്പൊ ഭഗവാന്റെ ഈ മന്ത്രമാണ് എനിക്ക് പുണ്യാഹ വചന മന്ത്രം. അപ്പൊ ഭഗവാന്റെ ചരണാംബുജ സ്മരണം കൊണ്ട് തന്നെ വേണം ആ തീർത്ഥജലത്തെ തളിച്ച് മനോമാലിന്യങ്ങളെ കഴുകി കളയാൻ. ഈ വെള്ളം ഒഴിച്ചു തന്നെ എന്ത് വേണം? എൻ്റെ മനസ്സിൽ ഒരുപാട് മാലിന്യങ്ങളുണ്ട്, അല്ലയോ ഭഗവാനെ, അങ്ങ് ശുദ്ധമാക്കിയിരിക്കുന്ന ഈ ജലം തളിച്ച് എൻ്റെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെ ഞാൻ കഴുകി കളയട്ടെ. ഈ മനസ്സാകുന്ന പാലാഴി കടയുന്നവർക്ക് ശ്രീ പരമേശ്വരൻ എന്ന ആ ഒരു സോമൻ എന്ന് പറഞ്ഞാൽ സ പ്ലസ് ഉമ, സോമൻ എന്ന് പറയുന്ന ആ ഭഗവാൻ, അതായത് ശാശ്വത അനുഗ്രഹമാകുന്ന ഐശ്വര്യത്തെ, ശിവയോട് ചേർന്നിരിക്കുന്ന ഭഗവാൻ, അത് കാണുമ്പോൾ തന്നെ പരമ പ്രദായകമാണ്, അല്ലെ? ആ ഐശ്വര്യത്തെയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ മനസ്സാകുന്ന ആ ഒരു പാലാഴിയെ കടയുമ്പോൾ ഈ മംഗള സ്വരൂപമായിരിക്കട്ടെ എനിക്ക് കിട്ടുന്നത്. പ്രസന്നനായിരിക്കുന്ന പരമേശ്വരൻ, ആ പരമേശ്വരനെ നമ്മൾ
സദാ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ എന്താണ്? സർവ ദുഃഖങ്ങളും നശിക്കുന്നു. ആ ഒരു മനഃചാഞ്ചല്യം മാറിയവന്റെ ബുദ്ധിയാണെങ്കിലോ അതിവേഗത്തിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നു. അവനാണ് പ്രസന്ന ചേതസ് എന്ന് പറയുന്നത്. അവന് വേറെ ഒരു മാറ്റങ്ങളും, കാരണം ഇനി എന്തു വന്നോട്ടെ, ഏത് ദേവതാ സങ്കല്പം വന്നോട്ടെ, പക്ഷെ അവന്റെ ആ ഒരു മനസ്സെന്താ? ദൃഢമായിട്ട് നിൽക്കുന്ന ഭക്തി, സന്തോഷം, അവിടെ ദുഃഖങ്ങളെല്ലാം നശിച്ച് മനഃചാഞ്ചല്യം ഇല്ലാതെ ഉറച്ച ബുദ്ധിയോടുകൂടി നിൽക്കുന്ന ഒരു എന്താ പറയാ ഭക്തന്റെ മനസ്സ്, അവനെയാണ് നമ്മൾ പ്രസന്ന ചേതസ് എന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാകുന്ന ആ ഒരു രാജധാനിയെ ശിവഭഗവാൻ ഭരിക്കട്ടെ. ശിവഭഗവാൻ ഇവിടെ എൻ്റെ മനസ്സാകുന്ന രാജധാനി, അല്ലയോ ഭഗവാനെ? അത് വലിയ ഒരു കൊട്ടാരമൊന്നും അല്ല, പക്ഷെ എൻ്റെ മനസ്സാകുന്ന രാജധാനിയിൽ ഒരു രാജാവും മതി, അത് അങ്ങായിരിക്കട്ടെ. അവിടെ അങ്ങിരുന്ന് എൻ്റെ രാജധാനിയെ ഭരിക്കട്ടെ. അങ്ങ് ഇരിക്കുന്ന രാജധാനിയിൽ എന്താ? അവിടെ സമസ്ത ദുഃഖങ്ങളും അസ്തമിക്കും. എനിക്ക് വേറെ ഒന്നും വേണ്ടാന്ന് പറയുക. സമസ്ത ദോഷങ്ങളും മാറും. ഭഗവാൻ ഇരിക്കുന്ന രാജധാനിയില് ദോഷങ്ങൾ മാറി അവിടെ എന്താ? സർവഗുണ സമൃദ്ധി ഉണ്ടാകും. അപ്പൊ 4 കാലുകളുള്ള ധർമ്മം, നമുക്കറിയാം 4 കാലുകളാണ് ധർമ്മം എന്ന് പറയുന്ന കാളപ്പുറത്ത് സഞ്ചരിക്കുന്നവനാണ് പരമശിവൻ. അദ്ദേഹം എന്താ പറയാ? നന്ദി എന്ന് പറയുന്ന ധർമ്മത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്നതാണ്. അപ്പൊ ധർമ്മം എന്ന് പറയുന്ന കാള, അതിന് 4 കാലുണ്ട്. അതിന്റെ ഒരു കാലെന്താണ്? തപസ്സാണ്. എന്താണ് തപസ്? സ്വധർമ്മ അനുഷ്ഠാനമാണ് തപസ്. അപ്പോ ആ ഒരു എന്താ പറയാ ബാഹ്യ ആന്തരിക ശൗചം അല്ലെങ്കിൽ ശുദ്ധി, അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ദയ, ഭൂതാനുകമ്പം, എല്ലാ ഭൂതങ്ങളോടും, ഭവിച്ചിരിക്കുന്ന എല്ലാം ഭൂതങ്ങളാണ്, എല്ലാറ്റിനോടുമുള്ള ഒരു കരുണ. പിന്നെ നാലാമത്തെ കാലെന്ന് പറയുന്നത് സത്യം. അപ്പൊ ഈ 4 കാലുകളും ധർമ്മത്തിനുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കൃതയുഗത്തില്. പിന്നെ നമുക്ക് എന്ത് സംഭവിച്ചു? ദർപ്പം, പാപസംഗമം, ആ മതം, ഇവ കൊണ്ട് ഓരോ യുഗത്തിലും ഓരോ കാലുകൾ നഷ്ടപ്പെട്ടു ഈ കാളയ്ക്ക്. അപ്പൊ കലിയുഗത്തില് സത്യം മാത്രം അവശേഷിച്ചു എന്ന് പരീക്ഷിത് മഹാരാജാവ് പറയുന്നുണ്ട്. എന്നാൽ ശ്രീ പരമേശ്വരൻ മനസ്സാകുന്ന സാമ്രാജ്യത്തിൽ ഭരിക്കുമ്പോൾ ധർമ്മത്തിന്റെ 4 പാദങ്ങളും ഉണ്ടായിരിക്കും. ഭഗവാന്റെ രാജധാനിയാണ് എൻ്റെ ഹൃത് പുണ്ടരീകം. അതാണ് വളരെ പ്രധാനം, എല്ലാ ഉപാസകരും അറിയേണ്ടതാണ്. ഏത് രാജധാനിയാണ് നമുക്കുള്ളത്? ഹൃത് പുണ്ടരീകം, ഹൃത് പുണ്ടരീകാക്ഷൻ എന്ന് പറയില്ലേ? അപ്പൊ നമ്മള് ദേവിയുടെ ചിന്താമണി ഗ്രഹം എന്ന് പറയുന്നതും ശിവഭഗവാന് കൊടുക്കുന്ന ഹൃത് പുണ്ടരീകം എന്ന് പറയുന്നതും ഹൃദയമാകുന്ന താമര. അതില് നമ്മുടെ ആധ്യാത്മിക തലത്തിൽ ഇത് വളരെ പ്രസിദ്ധമാണ്. ഹൃത് പുണ്ടരീകം എന്താണ്? ഹൃദയവും താമരയും. ഇതിന്റെ തുടക്കം നമ്മൾ ഉപനിഷത്തുകളിലാണ്. ഹൃദയ കമലം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? ഈ ബ്രഹ്മപുരം എന്നറിയപ്പെടുന്ന മനുഷ്യ ശരീരത്തില് പുണ്ടരീക സദൃശമായിരിക്കുന്ന താമരപ്പൂ പോലെയുള്ള ഒരു വാസസ്ഥാനം, അതിനെയാണ് നമ്മള് ഹൃദയസ്ഥാനം. അവിടെ ചെറുതായിട്ടുള്ള അതിന്റെ ഉള്ളിൽ ഒരു ദഹരാകാശം, ദഹരാകാശ സ്വരൂപിണിയെ നമ. അമ്മ താമസിക്കുന്ന സ്ഥലം എവിടെയാണ്? ദഹരാകാശം. ആ ദഹരാകാശം, അതിന്റെ ഉള്ളില് എന്തുണ്ടോ അതാണ് അന്വേഷിക്കപ്പെടുന്നതും അന്വേഷിക്കുന്നതുമായിട്ടുള്ള ആത്മാവിന്റെ വാസസ്ഥാനം. എല്ലാവരും അറിഞ്ഞോളണം, ഈ ഹൃത് പുണ്ടരീകം വേറെ ഒരിടത്തുമല്ല, അവനവന്റെ എന്താ ഹൃദയ പത്മത്തിൽ തന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ പുണ്ടരീക സദൃശ്യമായിരിക്കുന്ന താമരപ്പൂ പോലുള്ള വാസസ്ഥാനത്തിരിക്കുന്ന ആ ഒരു ചെറിയ ദഹരാകാശത്തിന്റെ ഉള്ളില് നമ്മൾ അന്വേഷിക്കുന്ന ആ ഭഗവാൻ, ഈശ്വരൻ എന്ന് പറയുന്ന ശിവൻ അല്ലെങ്കിൽ ശക്തി, ശിവശക്തി ഐക്യരൂപിണി, എന്താ നമ്മുടെ ജീവാത്മാവിന്റെ വാസസ്ഥാനം അവിടെ തന്നെയാണ്. അപ്പൊ നമ്മള് ദുർഗാദേവിയൊക്കെ ഭജിക്കുമ്പോൾ ദുഃഖേന പ്രാപ്യതേതി ദുർഗ എന്നൊക്കെ പറയും. ദുർഗമമായിട്ടുള്ള സ്ഥലമാണിത്, കാരണം എത്തിച്ചേരാൻ പറ്റില്ല. നമ്മൾ എന്തുകൊണ്ടാണ് എത്തിച്ചേരാൻ പറ്റാത്തത്? നമ്മുടെ അന്വേഷണം മുഴുവനും ബാഹ്യത്തിലായത് കൊണ്ടാണ് അന്തരംഗത്തിലിരിക്കുന്ന ഈ ഭഗവാനെ നമുക്ക് അറിയാൻ പറ്റാതെ പോകുന്നത്. ആ ഒരു ഹൃത് പുണ്ടരീകത്തില് ആത്മലാഭം എന്നുള്ള ഔഷധം കഴിച്ചില്ലെങ്കിൽ ഇത് ജ്ഞാന ഔഷധമാണ്. നമുക്ക് എല്ലാ രോഗം, നമ്മുടെ രോഗം എന്താണ്? ഇവിടെ ഭവരോഗം. ആ ഭവരോഗത്തിന്റെ മരുന്ന് തേടിയാണ് നമ്മൾ നടക്കുന്നത്. ഈശ്വരന്റെ ഈ തീർത്ഥയാത്രകളിലൂടെയും വിഗ്രഹങ്ങളിലൂടെയും എവിടെയൊക്കെയോ തെരഞ്ഞു നടക്കണു. പക്ഷെ നമുക്ക് എന്ത് വേണം? ഈ ആത്മലാഭം എന്ന ഔഷധം കഴിച്ചില്ലെങ്കിൽ, ഈ ജ്ഞാനൌഷധം കഴിച്ചാല് എന്നും സംസാര കഴിച്ചില്ലെങ്കിൽ ഈ സംസാര രോഗത്തിൽ തന്നെ കഴിയാം. അതാണ് സത്യം. ഈ ഔഷധം കഴിച്ചാലോ അത് ജ്ഞാനൌഷധമാണ്.
നമ്മുടെ ഈ സംസാര സാഗരത്തിൽ ഈ ഭവരോഗമുക്തി, ഭവരോഗമാകുന്ന ആ രോഗം നമ്മളെ ബാധിച്ചിരിക്കുകയാണ്. ഭവരോഗം, വീണ്ടും വരിക പോവുക എന്നുള്ള ഒരു രോഗികളാണ് നമ്മൾ. കാരണം എന്താ? ഭോഗികളായിട്ട് മാറിയതുകൊണ്ട് നമ്മളൊക്കെ രോഗികളാണ് അല്ലെ. ഭോഗതൽപരരായിരിക്കുന്ന നമുക്ക് ആഗ്രഹങ്ങൾ വച്ചു പുലർത്തി വീണ്ടും വീണ്ടും ഭവരോഗമാകുന്ന ദോഷത്തില് നമ്മൾ വന്ന് വീണുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഒരു പ്രാവശ്യം ഈ ഹൃത്പുണ്ടരീകത്തില് ഇരിക്കുന്ന ആത്മലാഭം എന്ന് പറയുന്ന ആ ഭഗവാനാകുന്ന ഔഷധം കഴിച്ചാല് അത് ജ്ഞാനൌഷധമാണ്. ജ്ഞാനം കൊണ്ട് നമ്മുടെ രോഗത്തെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. ജ്ഞാനം എന്ന് പറയുന്നത് മാത്രമാണ് ഔഷധം. അത് സിദ്ധ ഔഷധമാണ്. നമ്മുടെ രോഗത്തെ ഇല്ലാതാക്കാൻ, പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുന്ന ഔഷധമാണ്. ഇതാണ് പരമമായിരിക്കുന്ന സത്യം. അപ്പൊ നമുക്ക് അന്നം ബ്രഹ്മമാണ്, അന്നത്തിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഭക്തി ഉറച്ചാൽ പിന്നെ ഭയമില്ല. അപ്പൊ ഈ നമ്മുടെ ഔഷധം എന്ന് പറയുന്ന അന്നം, നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നത് അന്നമാണ് അല്ലെ. ഈ ഔഷധമോ നമ്മുടെ രോഗത്തെ ഇല്ലാതാക്കുന്നു. അപ്പോ നമുക്ക് ഈ തരുന്ന ആരാ? വിശ്വനാഥനായിരിക്കുന്ന മൃത്യുഞ്ജയനായിരിക്കുന്ന ശിവനാണ് നമുക്ക് ഈ മരുന്ന് തരുന്നത്. കാരണം നമ്മുടെ ഭക്തി ഉറച്ചിരിക്കുന്നത് എവിടെയാ? ശിവഭക്തിയില്. ആ ശിവശക്തി ഐക്യരൂപമായിരിക്കുന്ന ഭഗവാനില് നമ്മുടെ മനസ്സ് ഉറയ്ക്കണു. അപ്പൊ എല്ലാ വിശ്വങ്ങളുടെയും നാഥൻ. ഭവരോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭവിച്ചിരിക്കുന്ന പ്രപഞ്ചം. ഇപ്പൊ വിശ്വനാഥനായിരിക്കുന്ന ഭഗവാൻ, വൈദീശ്വരനായിരിക്കുന്ന ഭഗവാൻ, മൃത്യുഞ്ജയനായിരിക്കുന്ന ഭഗവാൻ, നമ്മൾ മനസ്സുകൊണ്ട് ശിവധ്യാനമാകുന്ന ആ ഒരു മരുന്ന് രസാമൃതം കഴിച്ചവർക്ക് ലൗകിക വിഷയങ്ങളാകുന്ന മദ്യം പിന്നെ കുടിക്കാനുള്ള തൃഷ്ണ ഒരിക്കലും ഉണ്ടാവൂല. ഇത് സ്കന്ദപുരാണം പറയുന്നതാണ്. കാരണം ലൗകിക വിഷയങ്ങളൊക്കെ മടുത്തു പോകും, പിന്നെ അതിനൊന്നും ഒരു രുചിയില്ല. കാരണം ഇത് നമ്മൾ കഴിച്ചാൽ, ഈ ഭഗവാനാ തരുന്നത് നമുക്ക് മൃത്യുവിനെ ജയിക്കാൻ. ആ മൃത്യുഞ്ജയൻ തരുന്ന ശിവധ്യാനമാകുന്ന സദാ ശിവധ്യാനം മനസ്സുകൊണ്ട് അത് രുചിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി മദ്യം എന്ന് പറയുന്ന എത്ര ആകർഷണമായിട്ടുള്ള എന്ത് വസ്തുക്കൾ ഈ ഭൂമിയിൽ തന്നാലും ആ ലൗകിക വിഷയങ്ങൾ ഒന്നും തന്നെ അതിലോടൊന്നും യാതൊരു തൃഷ്ണയും അവർക്ക് പിന്നെ ഉണ്ടാകില്ല. അപ്പൊ മൃത്യു എന്ന മരണം, അതായത് ആത്മജ്ഞാനം അഥവാ ശിവജ്ഞാനമാകുന്ന ആ ഉത്കൃഷ്ട ജ്ഞാനം നൽകി തന്നെ ഉപാസിക്കുന്ന യോഗികളുടെ, അതായത് യോഗികളുടെയും ഭക്തരുടെയും ജനന മരണമാകുന്ന സംസാരത്തെ, ആ ഒരു മൃത്യു പാശത്തെ ഛേദിക്കുന്നവനാണ് മൃത്യുഞ്ജയനായിരിക്കുന്ന സാക്ഷാൽ ശ്രീ പരമേശ്വരൻ. അപ്പൊ നമ്മളെ കഠോപനിഷത്തിൽ പറയുന്നു, ജന്മരഹിതനും മങ്ങലില്ലാത്ത ജ്ഞാനത്തോടു കൂടിയവനുമായ ആത്മാവിന് 11 ദ്വാരങ്ങളോടുകൂടിയ ഒരു പട്ടണം, ഒരു ബ്രഹ്മപുരമുണ്ട്. ശരീരമാകുന്ന പട്ടണത്തിന്റെ ദ്വാരങ്ങള് ചെവി 2, കണ്ണ് 2, മൂക്ക് 1, വായ 1, മലമൂത്ര ദ്വാരങ്ങൾ 2, നാഭി, ശിരസിലെ ബ്രഹ്മരന്ധ്രം എന്നീ എന്താ പറയാ 11 ദ്വാരങ്ങളുള്ള ഈ ശരീരം, ആ ശരീരത്തെ വിട്ടുപോകുന്ന ആത്മാവ് പോകുന്ന സൂക്ഷ്മദ്വാരം, അതിനെയാണ് നമ്മൾ ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ 11 ഇന്ദ്രിയ ദ്വാരങ്ങള് മനസ്സാകുന്ന ഉണ്ട് ഈ ശരീരത്തില്. അപ്പൊ നമ്മുടെ ഉള്ളില് ഈ ബ്രഹ്മപുരത്തെ വിട്ട് എപ്പോഴാണോ ഈ ഒരു ആത്മാവ് പോകുന്നത്, അത് ഇതിൽ ഏത് ദ്വാരത്തിൽ കൂടെ വേണമെങ്കിലും പോകാം. അപ്പോ അങ്ങ് ഭഗവാനോട് ചോദിക്കുന്നു, മനസ്സാകുന്ന കാട്ടിലെ ഈ വന്യമൃഗങ്ങളെ ഭഗവാനെ അങ്ങ് തന്നെ മൃഗയാ വിനോദത്തിന് വന്ന് അങ്ങ് വധിക്കണം. ആ കിരാതമൂർത്തിയായിരിക്കുന്ന അങ്ങ് വധിക്കുക. എന്തുകൊണ്ടാ നമുക്ക് ഈ നമ്മുടെ വന്യമൃഗങ്ങളാകുന്ന നമ്മുടെ ക്രൂര ജന്തുക്കൾ, നമ്മുടെ മനസ്സിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്ന ക്രൂര ജന്തുക്കൾ നമ്മുടെ ഈ പറയുന്ന കാട്ടിൽ തന്നെ ഉണ്ട്. ഈ ബ്രഹ്മപുരത്തിനകത്ത് തന്നെ ഉണ്ട് കാമക്രോധാദി ക്രൂര ജന്തുക്കൾ ഇല്ലേ. അതിനെ അങ്ങ് ഭഗവാൻ എന്ത് ചെയ്യണം? ഭഗവാൻ വന്ന് മൃഗയാ വിനോദം, അദ്ദേഹത്തിന് ഒരു വിനോദമാണ് ഇതിനെ ഇല്ലാതാക്കുക എന്നുള്ളത്. അദ്ദേഹത്തിന് വെറും ഒരു എന്താ പറയാ, ഒരു ലിഷർലി ടൈം പാസ് പോലെ. അല്ലയോ ഭഗവാനെ, അങ്ങ് വന്ന് എന്ത് ചെയ്യണം? അങ്ങ് മൃഗയാ വിനോദത്തിന് വന്ന് അതിനെ എല്ലാം വധിക്കണം. അങ്ങ് വരുന്ന ഏത് രൂപത്തിലാ? ഒരു വേടന്റെ രൂപത്തിൽ. അതാണ് ആദി കിരാതമൂർത്തി. അദ്ദേഹം ആദി കിരാതമൂർത്തിയായിട്ട് അർജുനനെ പരീക്ഷിക്കാന് പാശുപതാസ്ത്രം കൊടുക്കുവാനാണ് ശിവൻ കിരാതമൂർത്തിയായിട്ട് വന്നത്. അങ്ങ് എന്റെ മനസ്സാകുന്ന ഈ നിബിഡ വനത്തില് അതിന്റെ സീമയ്ക്കുള്ളിൽ തന്നെ മോഹം, മത, മാത്സര്യം തുടങ്ങി നിരവധി കൊടിയ മൃഗങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. അവയെ നായാട്ടിന്റെ വിനോദത്തിനായിട്ട് വന്ന് അവയെ വധിച്ച് അങ്ങ് സംതൃപ്തി നേടണം. രുദ്രന്റെ ആയുധം വില്ലാണ് അല്ലെ. ശതരുദ്രീയത്തില്
പറയുന്നുണ്ട്, മനസ്സിലെ ദുഷ്ടമൃഗങ്ങളാകുന്ന കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളിലെ ഏറ്റവും ക്രൂര മൃഗമാണ് കാമം എന്ന് പറയുന്നത്. കാമക്രോധങ്ങള് രജോ ഗുണത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഈ പാപങ്ങൾ ചെയ്യുവാൻ ഏറ്റവും പ്രധാന കാരണം, പ്രധാന ഹേതു ഈ കാമമാണ്. കാമം എന്ന് പറഞ്ഞ ആഗ്രഹം. ഈ ക്രൂര മൃഗങ്ങളെ ശിവന് വേട്ടയാടി കൊല്ലാൻ സാധിക്കും. മനസ്സെന്ന ആ ഒരു ഗുഹ, അവിടെ അങ്ങ് കഴിയണം. ആരായിട്ട്? മൃഗേന്ദ്രനായിട്ട് കഴിയണം. എന്റെ മനസ്സെന്ന ഗുഹ, നേരത്തെ പറഞ്ഞു, എന്റെ എന്താ പറയാ, ഹൃത് പുണ്ടരീകം, ഇങ്ങനെ ഓരോന്നോരോന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറയാണ്. എന്റെ മനസ്സ് എല്ലാം അവിടെയാണ്. ആ മനസ്സെന്നുള്ള പ്രധാന കേന്ദ്രീകൃതമായിട്ടാണ് എല്ലാം പറയുന്നത്. നേരത്തെ പറഞ്ഞു താമരയായിട്ട് അത് അർച്ചിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എന്താ, ബ്രഹ്മപുരത്തിലെ 11 ദ്വാരങ്ങളുണ്ട്. അതില് എന്റെ ഹൃത്പത്മത്തിൽ അങ്ങിരുന്നാൽ ഞാൻ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ദഹരാകാശത്തിന്റെ ഉള്ളില് എന്റെ ആ ഒരു ഹൃത് പുണ്ടരീകത്തില് അങ്ങ് വന്നിട്ട് എന്ത് വേണം, എനിക്ക് ആത്മലാഭമാകുന്ന ഔഷധം തരണം എന്ന് പറഞ്ഞു. ഓരോന്ന് ഭഗവാന്റെ പാദത്തിൽ വെക്കുക. കാരണം ഈ സംസാരത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഓരോ വഴികളിലൂടെയും പറയുന്നത്. കാമമാകുന്ന ആ ക്രൂര മൃഗത്തെ അല്ലയോ അങ്ങ് വന്നിട്ട് ഒരു നായാടിയായിട്ട്, ഒരു നായാട്ടുകാരനായിട്ട് വന്ന് എന്റെ ആ ഒരു ക്രൂര മൃഗത്തെ എല്ലാം വധിച്ചു. ക്രൂര മൃഗത്തെ വധിക്കൂ ഭഗവാനെ. ഇപ്പൊ പറയണോ എന്താ, അങ്ങ് എന്റെ ഹൃദയ ഗുഹയിൽ ഇരിക്കൂ. ആരായിട്ട്? മൃഗേന്ദ്രനായിട്ട് ഇരിക്കൂ. കയ്യില് മാനിനെ വെച്ച് ഗജാസുരൻ എന്നുള്ള ആനയെ കൊന്ന ആ തോല് പുതച്ച് പുലിത്തോലുടുത്ത് വ്യാഘ്രാസുരനെ സംഹരിച്ചത് ഭഗവാനാണ്. നമുക്കറിയാം, ജീവജാലങ്ങൾക്ക് മോക്ഷം കൊടുക്കുന്ന പശുപതിയായിരിക്കുന്ന പരമേശ്വരൻ പേരുപർവ്വതം വില്ലാക്കി കൈലാസ ശൃംഗത്തിൽ വസിച്ച് പഞ്ചമുഖത്തോടെ എന്റെ ഹൃദയ ഗുഹയിലിരുന്ന് അങ്ങ് ഇരിക്കണം. അങ്ങ് ഇരുന്ന് അരുളുന്നു. പിന്നെ എന്തിനാണ് ഞാൻ ഭയപ്പെടുന്നത്? എന്താ ഈ മൃഗരാജൻ എന്ന് പറയാൻ കാരണം? മൃഗരാജൻ എന്റെ ഹൃത് കുഹരത്തിനുള്ളിൽ ഇരിക്കട്ടെ. കാരണം മൃഗരാജാവ്, നമുക്കറിയാം കാട്ടിലെ രാജാവ് സിംഹമാണ്. ആ സിംഹം ഇരിക്കുന്ന ഗുഹയ്ക്ക് ചുറ്റും ക്ഷുദ്ര ജന്തുക്കളൊന്നും വരില്ല. അപ്പൊ അല്ലയോ ഭഗവാനെ, അങ്ങ് ആ ഒരു സിംഹത്തിന്റെ വേഷം. കാരണം ഇതൊക്കെ പറയാൻ കാരണം ഇതൊക്കെയാണ്. നേരത്തെ പറഞ്ഞാണ്, വ്യാഘ്രാസുരനെ കൊന്നു, പുലിത്തോലുടുത്തു, ഗജാസുരനെ കൊന്നു, ആ ആനയെ കൊന്നു, ആ തോല് പൊതച്ചു, കയ്യില് മാനിനെ വച്ചിരിക്കുന്നു. ജീവജാലങ്ങൾക്കെല്ലാം മോക്ഷം കൊടുക്കുന്ന അല്ലയോ പശുപതി. കാരണം ഏത് ജന്തു സ്വരൂപത്തിൽ അങ്ങ് പശുപതിയാണ്, പരമേശ്വരനാണ്. അങ്ങ് മേരുപർവ്വതത്തെ വില്ലാക്കി കൈലാസ ശൃംഗത്തിൽ വസിക്കുന്ന ആളാണ്. അങ്ങ് എന്ത് വേണം? എന്റെ ഹൃദയ ഗുഹയിൽ ഏത് രൂപത്തിലിരുന്നാലും എനിക്ക് സന്തോഷാണ്. ഇപ്പൊ പറയുന്നു അങ്ങ് മൃഗരാജന്റെ ഒരു സിംഹത്തിന്റെ രൂപത്തിൽ എന്റെ ഹൃത് കുഹരത്തിനുള്ളിൽ ഇരിക്കൂ. കാരണം എന്താ? മറ്റ് ക്ഷുദ്ര ജന്തുക്കളൊന്നും അവിടെ വരില്ല. ആ പരമേശ്വര ധ്യാനം അനസ്യൂതം ചെയ്യുന്ന ഭക്തന് കാമാദി ദോഷങ്ങളൊന്നും വന്നു ചേരില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. കാരണം സദാ എന്റെ ഹൃദയത്തിൽ ഇരുന്നാൽ എന്താ, നമ്മൾ സദാ ആ ഭഗവാനെ മാത്രം സ്മരിക്കും. അവിടെ എനിക്ക് കാമാദി ദോഷങ്ങളൊന്നും എന്നെ ഈ ഒരു ജന്മസമുദ്രത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് ചേർക്കില്ല. എന്റെ ക്ഷുദ്ര വികാരങ്ങൾക്കൊന്നും ഞാൻ അടിമപ്പെട്ടു പോവില്ല ആ ശിവധ്യാനം എന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ. അപ്പൊ എല്ലാം പറയുന്നത് എവിടെയാ? വെളിയിൽ വന്നിരിക്കാനാണോ ഭഗവാനോട് പറയുന്നത്? അപ്പൊ നമ്മുടെ മനസ്സ്, ഇതാണ് ജീവിതത്തിൽ നമ്മുടെ ഒരു ഉപാസകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമെന്ന് വീണ്ടും വീണ്ടും ഇതിനെ നമുക്ക് കാണിച്ചു തരികയാണ്. അത് യോഗവാസിഷ്ഠത്തിൽ പറഞ്ഞ പോലെ രാമനോട് പറയുകയാണ് അല്ലെ. മന ഏവ കാരണം. എന്താ മന ഏവ കാരണം? ആ കാരണം ബന്ധമോക്ഷ ഹേതു. നമ്മുടെ ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാകുന്നത് ഈ ഒരു മനസ്സ് മാത്രമാണെന്ന് പറയും. അപ്പൊ നമ്മൾ ഈ മനസ്സിനെ എങ്ങനെയൊക്കെ ശുദ്ധമാക്കാം, മനസ്സിനെ എങ്ങനെ നമുക്ക് ആ മുകളിലേക്ക് കൊണ്ടുപോകാം? ഇപ്പൊ ഒരു ഭക്തൻ ശങ്കരാചാര്യരെ പോലെ ഒരാള് ഇത്രത്തോളം പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യര് ഇതിനെ 1000 തവണ ജപിച്ചാൽ തന്നെയും നമുക്ക് ആ ഒരു തലത്തിലേക്ക് എത്താൻ പറ്റുമോ അറിയില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും കേൾക്കുകയും നാമം ജപിക്കുകയും ആ ഒരു ശിവധ്യാനത്തെ നമ്മുടെ ഹൃദയപത്മത്തിൽ സദാ ഭഗവാനെ കാണുകയും ചെയ്തു. ഈ ശിവൻ എന്ന് പറയുമ്പോൾ ശിവ അന്യല്ല. നമ്മൾ എന്തുകൊണ്ട് ഞാൻ ദേവി ഉപാസകയാണ്, എന്താ ശിവനെ വിളിക്കുന്നത്? അവിടെയാണ് ശ്രീവിദ്യ ഉപാസകർക്ക് ഒരിക്കലും തെറ്റുപറ്റരുത്. ഈ ശിവാനന്ദ ലഹരി എന്ന് പറയുന്ന ആ സൗന്ദര്യ ലഹരി, ശിവനും ശിവയും വേറെ അല്ല, രണ്ടുപേരും ഒന്നാണ്. ശിവയ്ക്ക് ഏറ്റവും ഇഷ്ടം ശിവനെ ധ്യാനിക്കൽ തന്നെയാണ്. അപ്പൊ നമ്മൾ ശിവധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? ആ ശിവയെ, ആ സദാ ശിവയെ സ്മരിക്കുക എന്ന് തന്നെയാണ്.
നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ്? ആ പരമേശ്വര ധ്യാനം അനസ്യൂതം ചെയ്യുന്ന ഭക്തന് കാമാദി ദോഷങ്ങളൊന്നും വന്നു ഏറ്റവും വലിയ ആ ഒരു എന്താ പറയാ ക്രൂര മൃഗം കാമമാണ് എന്ന് പറഞ്ഞു. അവിടെയാ തുടങ്ങുന്നത്. കാമത്തിൽ നിന്നും തുടങ്ങി ക്രോധം അങ്ങനെ എല്ലാം അവസാനം സ്മൃതി ഭ്രംശം ബുദ്ധിനാശം. ഇങ്ങനെ നമ്മുടെ ഒരു പ്രണശ്യതി വരെ ഒരു ജീവൻ ആ ജീവാത്മാവിന്റെ പതനം സംഭവിക്കാതെ ആ കാമത്തെ ആദ്യം ഭഗവാൻ ഇരിക്കുന്നിടത്ത് കാമാരിയാണ് ശിവൻ. നമുക്കറിയാം കാമദേവനെ തന്റെ ജ്ഞാനമാകുന്ന മൂന്നാം തൃക്കണ്ണുകൊണ്ട് എരിച്ച ആളാണ് ശിവൻ. അപ്പൊ കാമാരിയായിരിക്കുന്ന അല്ലയോ ഭഗവാന് അവിടെ ഇരിക്കുന്നു എന്ന് അറിഞ്ഞാൽ പോലും ഈ ക്ഷുദ്ര ജീവികളാകുന്ന ഈ കാമനും കാമവും ക്രോധവും ഒന്നും അതിന്റെ 7 അയലത്ത് വരില്ല. കാരണം ഗുഹയ്ക്കകത്ത് സിംഹമുണ്ടോ എന്ന് അറിഞ്ഞാല് ക്ഷുദ്ര ജന്തുക്കളൊന്നും ആ വഴി പോവില്ല. അപ്പൊ ഭഗവാനെ അങ്ങിരുന്ന നമുക്ക് എത്ര പ്രൊട്ടക്ഷൻ ആണ് ആലോചിച്ച് നോക്കൂ. എന്റെ ഹൃദയപത്മത്തിൽ അങ്ങ് ഇരിക്കുകയാണ്, അത് മാത്രം മതി എനിക്ക്, വേറൊന്നും വേണ്ട. അപ്പോ അങ്ങ് എപ്പോഴും എന്റെ ഹൃദയ ഗുഹയിൽ ഇരിക്കണേ. ഇനി പറയുന്നു എന്റെ മനസ്സാകുന്ന പക്ഷി ഭഗവാന്റെ കാലടികളാകുന്ന കൂട്ടില് സദാ വസിക്കട്ടെ. അങ്ങയുടെ കാലടി ഒരു കൂടായിട്ട് ഇരിക്കട്ടെ. പക്ഷെ എന്താ, കൂട്ടിലാണ് പക്ഷികൾക്ക് ഉറച്ച ഇരിപ്പിടമില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷികൾ എന്താ ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലേക്ക് എപ്പോഴും പറന്നു പൊക്കൊണ്ടേയിരിക്കുക. ഒരു 2 മിനിറ്റ് പോലും ഒരു പക്ഷി സ്ഥിരമായിട്ട് ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം ഒരു വൃക്ഷക്കൊമ്പില്, പിന്നെ വേറൊരു കൊമ്പില്. ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. അതുകൊണ്ടാണ് പക്ഷികളുമായിട്ടത് നമ്മളെ നമ്മുടെ മനസ്സിനെ താരതമ്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ നമ്മുടെ മനസ്സാകുന്ന പക്ഷി എന്ത് വേണം? എല്ലാം ആവശ്യമില്ലാത്ത വൃഥാ സഞ്ചരിക്കുന്ന നമ്മുടെ മനസ്സ് എല്ലാറ്റിനെയും ഉപേക്ഷിച്ചിട്ട് ഏറ്റവും ഉയർന്ന അമൃതഫലം തരുന്ന അല്ലയോ, അതായത് ഭഗവാന്റെ കാലുകൾ എന്ന് പറയുന്ന കൂടെ എന്താ ദ്വിജന്മാരായിട്ട്, അതായത് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരായിട്ട് പക്ഷി ശ്രേഷ്ഠന്മാര്. ഇപ്പൊ ദ്വിജന്മാരാൽ എന്ന് പറഞ്ഞാൽ പക്ഷി ശ്രേഷ്ഠന്മാർ. പക്ഷിക്ക് ആദ്യ ജന്മം 2 ജന്മമുള്ളതാണ് പക്ഷി. പക്ഷിക്ക് ആദ്യം എന്താ മുട്ട അതിൽ നിന്ന് പക്ഷി പുറത്തു വരുന്നത്. അപ്പൊ 2ാമത്തെ ജന്മം. അതുകൊണ്ടാണ് പക്ഷിക്ക് ദ്വിജൻ എന്നുള്ള പേര് കൊടുക്കുന്നത്. മനുഷ്യർക്കും അതുപോലെ ബ്രാഹ്മണൻ ദ്വിജൻ, അവന് എന്താ പറയാ ഒരു ഗായത്രി മന്ത്രജപം കൊടുക്കുമ്പോൾ 2ാം ജന്മം. അതുപോലെ സാധാരണ മനുഷ്യര് ഉപാസനാ മാർഗത്തില് ദീക്ഷ സ്വീകരിക്കുമ്പോൾ 2ാം ജന്മം. അപ്പൊ ഇങ്ങനെ ഏറ്റവും ഉയർന്ന ശൃംഗത്തിൽ, അതായത് വേദാന്തമാകുന്ന ശൃംഗത്തില് സ്ഥിതി ചെയ്യുന്ന പരമേശ്വര പാദങ്ങളാകുന്ന ആ കൂട്ടില്, അദ്ദേഹത്തിന്റെ പാദങ്ങൾ തന്നെ ഒരു കൂടാ. കാരണം എന്താ, ആ കൂട് അത്രയും ഉയർന്ന ശൃംഗം, ഉയർന്ന തലത്തില് വേദാന്തം, വേദങ്ങളുടെ അന്തം, വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയൊക്കെ അപ്പുറത്തിരിക്കുന്ന ആ പാദങ്ങളാകുന്ന കൂട്ടില് ഈ എന്റെ മനസ്സാകുന്ന എല്ലാ മരക്കൊമ്പുകളിലും വൃഥാ ചാടിക്കൊണ്ടിരിക്കുന്ന എന്റെ ഈ മനസ്സാകുന്ന പക്ഷി ആ കൂട്ടിനകത്ത് സദാ സുരക്ഷിതയായിട്ടിരിക്കാനായിട്ട് എന്റെ മനപക്ഷിയെ, അല്ലയോ മനപക്ഷി നീ അവിടെ ചെല്ലൂ. ആ കൂട്ടില് നീ ഒരിക്കലും ചഞ്ചല ചിത്തനാകാതെ ആ കൂട്ടില് നീ സുരക്ഷിതയായിട്ടിരിക്കൂ എന്ന് പറയാണ് ശങ്കരാചാര്യര് തന്റെ മനസ്സിനോട്. മനപക്ഷി, മനസ്സാകുന്ന പക്ഷി ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കുന്നു അല്ലെ. എവിടെയാണ് അതിനൊരു വിശ്രമം? ഒരു കൊമ്പുകളിലും ഇല്ല. സദാ അതിങ്ങനെ പലതും. മനസ്സ് എന്ന് പറയുമ്പോൾ ചഞ്ചലമാണ്. അപ്പൊ അനിത്യവും സുഖഹീനവുമായിട്ടിരിക്കുന്ന ഈ ലോകത്ത് നിന്ന് സന്തോഷമുള്ള കൂടായിരിക്കുന്ന ആ ശിവപാദങ്ങളില് സദാ വസിക്കട്ടെ. കാരണം അവിടെയേ നമുക്ക് സുഖമുള്ളൂ. അല്ലെങ്കിൽ മനസ്സ് ചഞ്ചലമായിക്കൊണ്ടേയിരിക്കും. കാരണം അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്സ്യസ ഭജസ്വമാം. ഇമം പ്രാപ്യ ഭജസ്വം എന്ന് ഭഗവാൻ ഗീതാചാര്യം പറയുന്നുണ്ട്. മോക്ഷേച്ഛയുള്ള ജ്ഞാനികള് ഇവിടെ ഈ തുച്ഛമായിട്ട് ഒന്നിലും ഭ്രമിക്കില്ല. പരമേശ്വര ഭജനം മാത്രമേ അവർക്കുള്ളൂ. ജ്ഞാനികൾ അറിഞ്ഞ വേദാന്ത സാരം എന്താണെന്ന് വെച്ചാല് സൃഷ്ടിയുടെ ആദ്യം ബ്രഹ്മാവിനെ സൃഷ്ടിക്കുകയും ആ ബ്രഹ്മാവിന് വേണ്ടി സകല വേദങ്ങളെ പ്രകടമാക്കി സ്വയം ആ ഒരു ജ്ഞാനരൂപനും പ്രകാശ സ്വരൂപനുമായിരിക്കുന്ന ആ ദേവനെ വേണം മോക്ഷം ഇച്ഛിക്കുവാൻ, ശരണാഗതി ചെയ്യാൻ. അപ്പൊ ഈ ശിവപാദ പത്മങ്ങള് രക്തശുക്ല പ്രഭാമിശ്രമാണ്. അപ്പൊ നമ്മൾ എന്താ രക്തശുക്ല, നമ്മൾ രാവിലെ എഴിക്കുമ്പോ തന്നെ നമ്മുടെ ആ ഒരു ഗുരുസ്മരണ ചെയ്യുമ്പോ രക്തശുക്ല പ്രഭാമിശ്രം അതർക്യം ത്രൈപുരം മഹഹ എന്ന് പറയാറുണ്ട്. ഈ രക്തശുക്ല പ്രഭാമിശ്രം എന്ന് പറയാൻ കാരണം ഭസ്മം ശിരസിൽ ധരിച്ചിരിക്കുന്ന ചന്ദ്രകലയുടെ കിരണങ്ങളേറ്റ് ഒരു കാല് വെളുത്തും ശ്രീപാർവതി ദേവിയുടെ പാദങ്ങള് ചുവപ്പും. അപ്പൊ ഭഗവാൻ അർദ്ധനാരീശ്വരനാണ്. 2 വർണ്ണങ്ങള്, ഇടതു ഭാഗം ചുവപ്പും വലതു ഭാഗം വെളുപ്പും. ഈ പാദപത്മങ്ങൾ ധ്യാനിക്കുന്ന ഒരുവന്റെ ഹൃദയത്തില്, നമ്മളെ ശിരസിലാണ് ഈ പാദപത്മങ്ങള് ധ്യാനിക്കുന്നത് അല്ലെ. ആ ഭഗവത് ധ്യാനം
മുതൽ മോക്ഷം വരെയുള്ള എല്ലാ കാര്യങ്ങളും പറയാണ്. ആ ധ്യാനത്തില് എന്റെ ഹൃദയം ഒരു പൂന്തോട്ടമാക്കി ഞാൻ മാറ്റുകയാണ്. എങ്ങനെയെന്നാല് ആ ഒരു എന്താ പറയാ, മനസ്സാകുന്ന വാടികയില്, ധ്യാനമാകുന്ന വസന്ത ഋതുവില് പാപങ്ങളാകുന്ന പഴുത്ത ഇലകള് പൊഴിഞ്ഞു വീണ് പുണ്യങ്ങളാകുന്ന തളിരിലകള്, ഭക്തിയാകുന്ന വള്ളികള്, സദ്ഗുണങ്ങളാകുന്ന മൊട്ടുകള്, തിരുനാമങ്ങളാകുന്ന മൊട്ടുകള്, സദ്ഗുണങ്ങളാകുന്ന മൊട്ടുകള്, ആ സുഹൃത ബലത്താൽ നല്ല വാസന, ജ്ഞാനാനന്ദമാകുന്ന അമൃത പ്രവാഹവും, പിന്നെ ആത്മാ സാക്ഷാത്കാരമാകുന്ന പഴങ്ങളും. അപ്പൊ ആ ഒരു ഉത്കർഷണം, അതായത് ഒരു ഉത്കർഷണ ലക്ഷണമായിട്ടുള്ള ആ ഒരു ജീവിതമാകട്ടെ എനിക്ക് ശംഭു നാമസ്മരണം. അപ്പൊ നമ്മൾ ഇതുവരെ എന്താ കണ്ടത്? ഭഗവാനെ ആ രക്തശുക്ല പ്രഭാമിശ്രമായിരിക്കുന്ന ആ ചുവപ്പും വെളുപ്പുമായിട്ടുള്ള അർദ്ധനാരീശ്വര സങ്കല്പത്തോടു കൂടി ഇരിക്കുന്ന ആ ഭഗവത് പാദങ്ങളെ കാണുന്ന ആരാണോ അവരുടെ ജീവിതം. ഇപ്പൊ നമ്മൾ പറയുന്ന ഭഗവത് ധ്യാനം മുതൽ മോക്ഷം വരെയുള്ള കാര്യങ്ങളാണ് ഇത്രയും പറയുന്നത്. അവന്റെ ജീവിതം ഒരു പൂന്തോട്ടമായിട്ട് മാറുന്നു. എങ്ങനെയാണ് ആ ഒരു പൂന്തോട്ടമായിട്ട് മാറുന്നത്? സദാ നമ്മുടെ ശിരസിന്റെ മുകളില് ഈ അനുഗ്രഹമാകുന്ന 2 പാദങ്ങള്, ശിവശക്തി പാദങ്ങൾ, അവര് നമുക്ക് അനുഗ്രഹം തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ദുഃഖമായിട്ട് മുള്ളുകളും ഉണ്ടായിരുന്ന നമ്മുടെ ജീവിതത്തില് സുഖകരമായിരിക്കുന്ന ഒരു പൂന്തോട്ടമായിട്ട് മാറുകയാണ് നമ്മുടെ ജീവിതം. അത് എങ്ങനെയെന്ന് ചോദിച്ചാല്, ആ ഒരു മനസ്സാകുന്ന വാടികയില് ആ ഒരു ധ്യാനമാകുന്ന വസന്ത ഋതു, ഏറ്റവും ഋതുക്കളിൽ ഏറ്റവും ഉയർന്ന ഋതു വസന്ത ഋതുവാണ്, അല്ലെ? അപ്പൊ നമ്മുടെ ധ്യാനം, ഭഗവാനെ ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം എന്തായിട്ട് മാറി? വസന്ത ഋതുവായിട്ട് മാറി. അപ്പൊ അവിടെ എന്ത് ചെയ്തു? ആ ഋതുവില് ഇലകളെല്ലാം കൊഴിഞ്ഞു പോയി. എന്തിലകളാ? പാപങ്ങളാകുന്ന പഴുത്ത ഇലകളെല്ലാം കൊഴിഞ്ഞു വീണ് പുണ്യങ്ങളാകുന്ന പുതിയ പുതിയ തളിരിലകള്. ശിവധ്യാനം കൊണ്ട് നമ്മുടെ പൂർവജന്മാർജിത കർമ്മങ്ങളും പാപങ്ങളും എല്ലാം പൊഴിഞ്ഞു പോയി. എന്നിട്ട് എന്ത് വന്നു? പുണ്യമാകുന്ന പുതിയ പുതിയ ഇലകള് നമ്മുടെ ജീവിതത്തില് തളിരിട്ടു. ഭക്തിയാകുന്ന വള്ളികൾ വന്നു. ആ സദ്ഗുണങ്ങളാകുന്ന മൊട്ടുകള്. നമുക്കറിയാം, വസന്തകാലത്ത് ഒരു ലത എങ്ങനെയാണ് പൂത്ത് തളിർത്ത് ഫലങ്ങൾ ഉണ്ടാക്കുന്നത്? അതുപോലെ ഈ ശിവഭക്തി, ഈ ശിവജ്ഞാനം നമ്മുടെ ജീവിതത്തെ എന്താക്കി മാറ്റുന്നു? ഭക്തിയാകുന്ന വള്ളികള്. അതിലുണ്ടാകുന്നതോ ദുർഗുണങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം കൊഴിഞ്ഞുപോയി. പാപവാസനകൾ ഒന്നും ഇപ്പൊ ഇല്ല. അവിടെ എന്താണ്? സദ്ഗുണങ്ങളാകുന്ന മൊട്ടുകൾ വരാൻ തുടങ്ങി. ഇപ്പൊ തിരുനാമങ്ങളാകുന്ന ശിവന്റെ നാമങ്ങള്, ദേവിയുടെ നാമങ്ങളാകുന്ന മൊട്ടുകൾ അവിടെ വന്നു. അപ്പൊ സുഹൃത ബലത്താല് പിന്നെന്താ? നല്ല കർമ്മങ്ങൾ ചെയ്യാൻ സുകൃതങ്ങള്, നമ്മുടെ ദുഷ്കൃതങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മള് സുഹൃത ബലമുള്ളവരായിട്ട് തീർന്നു. ആ സുഹൃത ബലം കൊണ്ട് എന്ത് വന്നു? നല്ല പൂക്കളുള്ളിടത്ത് നല്ല സുഗന്ധം, നല്ല വാസനകള്. ഇതുവരെ കൊണ്ടുവന്നിരുന്ന വാസന ചെപ്പുകളെല്ലാം ഒഴിഞ്ഞു പോയി. ഇപ്പൊ നമുക്ക് സദ്വാസനകള് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു. അവിടെ എന്താണ്? ജ്ഞാനമാകുന്ന, ആനന്ദമാകുന്ന, അമൃതമാകുന്ന പൂന്തേൻ പ്രവാഹം. ആ ജ്ഞാനത്തില്, ആ അറിവിലൂടെ ഒഴുകുന്ന ആ പൂന്തേൻ പ്രവാഹം നമ്മുടെ ഉള്ളിലുണ്ടായി. പിന്നെ ആത്മസാക്ഷാത്കാരമാകുന്ന പഴങ്ങള്. അപ്പൊ നോക്കൂ, ഒരു ചെടി നട്ട് പൂത്ത് തളർത്ത് കായ്ച്ച് ഫലങ്ങൾ തന്ന് നമുക്ക് എന്ത് തന്നു? ആ സർവ ഉത്കർഷങ്ങൾ തരിക ജീവിതത്തില് എല്ലാം. അപ്പൊ എന്താണോ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള്, സത്ഫലങ്ങൾക്ക് സത്കർമ്മങ്ങൾക്ക് സത്ഫലങ്ങളും ദുഷ്കർമ്മങ്ങൾക്ക് ദുഷ്ഫലം വളരെ വ്യക്തമായിട്ട് പറയുന്നു ഈ ധ്യാനം മുതൽ മോക്ഷം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ 2 ശിവശക്തി പാദങ്ങളെ സ്മരിക്കുന്ന ഓരോരുത്തർക്കും എന്താണ്? ആ ഒരു ദുരിതമാകുന്ന ഈ ഭവസാഗരത്തില് നമുക്ക് ആ ഒരു ധ്യാനം, എപ്പോഴാണോ ശിവധ്യാനം തുടങ്ങിയത്, അത് നമ്മുടെ ജീവിതത്തിലെ വസന്ത ഋതു, ഏറ്റവും സന്തോഷമുള്ള ഒരു കാലമായിട്ട് ഭവിച്ച് പാപങ്ങൾ കൊഴിഞ്ഞു വീണ പുണ്യങ്ങളാകുന്ന തളിരിലകൾ വന്ന്, ഭക്തിയാകുന്ന വള്ളികൾ വന്ന്, സദ്ഗുണങ്ങളാകുന്ന മൊട്ടുകളും തിരുനാമങ്ങളാകുന്ന മൊട്ടുകള്. ഇതാണ് സദ്ഗുണങ്ങള്. ഭഗവാനെ സ്മരിച്ചാല് ദുർഗുണങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ആ മൊട്ടുകള് അത് സുഹൃതക്ഷയമെല്ലാം വന്ന് നല്ല സുഹൃത ബലം, നല്ല വാസനകൾ വന്നു നമ്മുടെ ഉള്ളില്. ആ ജ്ഞാനാനന്ദമാകുന്ന പൂന്തേൻ ഒഴുകി പടർന്ന് ആ പ്രവാഹത്തിൽ എന്തുണ്ടായി? നമുക്ക് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന ഈ കർമ്മങ്ങളുടെ എല്ലാം ഫലമായിരിക്കുന്ന മോക്ഷവും ലഭിച്ചു. അപ്പൊ ഈ ഒരു ശിവഭക്തി എന്താണ് തരുന്നതെന്ന് ചോദിച്ചാല്, ഏറ്റവും താഴെ നിന്ന് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ഒരു ആത്മാവിനെ ഉയർത്തി ശംഭു, ആ ഒരൊറ്റ നാമസ്മരണം, ശുഭകരമായിരിക്കുന്നത്, മംഗളകരമായിരിക്കുന്ന ശം കരോതീതി ശങ്കര,
അപ്പൊ ആ നാമസ്മരണം മാത്രം മതി ഈ സംസാര കടല് നമുക്ക് തരണം ചെയ്യാനായിട്ടുള്ള ഏക മാർഗം എന്ന് പറയണം. നാമസ്മരണാത് അന്യോപായം നഹി പശ്യാമോ ഭവതരണേ. നാമസ്മരണം, ഈ ഭഗവാന്റെ നാമസ്മരണം അല്ലാതെ വേറെ അന്യ ഉപായങ്ങൾ ഒന്നുമില്ല ഈ ഭവസാഗരത്തെ കടക്കാൻ. ഇത് തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ ഉപദേശം ഈ ശിവാനന്ദ ലഹരിയിലൂടെ. ഈ പരമശിവ ധ്യാനമാകുന്ന താമര പൊയ്കയില് നമ്മൾ അല്പസുഖം തരുന്ന ചെളിക്കുണ്ടുകളിൽ പോവാതെ, ഒട്ടക്കുളങ്ങളിൽ പോയി വീഴാതെ എന്തിനാണ് സഞ്ചരിച്ച് ആയാസപ്പെടുന്നതെന്ന് ചോദിച്ചാല് നമുക്ക് പരമശിവ ധ്യാനമാകുന്ന ആ ജലാശയം അവിടെയാണ് എത്തിച്ചേരേണ്ടത്. ആ ജലാശയത്തിൽ നിറഞ്ഞിരിക്കുന്നത് നാശമില്ലാത്ത പരമാനന്ദമാകുന്ന ജലമാണ്. അതിൽ പൂത്തു നിൽക്കുന്ന ദേവന്മാരുടെയും ഋഷികളുടെയും മനസ്സാകുന്ന താമരപ്പൂക്കളാണ്. അവിടെ ബ്രഹ്മജ്ഞാനികളും ഭക്ത ശിരോമണികളുമാണ് ഹംസങ്ങളായിട്ട് ആ നിർമ്മല ജലാശയത്തിലുള്ളത്. അപ്പൊ ജന്മാന്തര പുണ്യമാകുന്ന വാസനയാണ് അവിടെ സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവ്യമായിട്ടുള്ള പൊയ്കയില് എന്റെ ചിത്തമാകുന്ന അരയന്നം, ആ അരയന്നം എത്രയും വേഗം ചെന്നെത്തട്ടെ. അപ്പൊ നമ്മുടെ ആഗ്രഹം എന്താ? നമുക്ക് ബ്രഹ്മജ്ഞാനികള്, ആ ബ്രഹ്മത്തെ അറിഞ്ഞവര്, ഭക്ത ശിരോമണികള് അവിടെ ഹംസങ്ങളായിട്ട്, അവര് കാക്കകളായിട്ടല്ല, ഹംസങ്ങള്. നിത്യ അനിത്യ വിവേകമുള്ളതാണ് ഹംസം. അപ്പൊ ഈ മാനസ സരസിൽ ഈ ഒരു എന്താ പറയാ ഭഗവത് ഭക്തിയാകുന്ന ആ ഒരു പരമാനന്ദമാകുന്ന നാശമില്ലാത്തത്. അപ്പൊ നമ്മൾ എപ്പോഴും ആലോചിക്കണം, പരമശിവ ധ്യാനമാകുന്ന ജലാശയത്തിൽ നിറഞ്ഞിരിക്കുന്ന എന്താണ്? നാശമില്ലാത്ത പരമാനന്ദം. ഒരിക്കൽ ആ ആനന്ദത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത, എന്നും നിലനിൽക്കുന്ന ജലാശയമാണിത്. ഒരിക്കൽ നമ്മുടെ ഈ ഭൂമിയിലുള്ളതെല്ലാം എന്താ പറയാ, മഴയില്ലെങ്കിൽ അത് വറ്റിപ്പോകും അല്ലെ? ഇതാണെങ്കിലോ ഈ ജലാശയം ഒരിക്കലും വറ്റില്ല. കാരണം എന്താ? ഇതിന് നാശമില്ല. അവിടെ ആനന്ദമാകുന്ന ജലപ്രവാഹം, അതിൽ പൂത്തു നിൽക്കുന്നത് ദേവന്മാരുടെയും ഋഷിമാരുടെയും മനസ്സാകുന്ന താമരപ്പൂക്കൾ. ഭഗവാൻ അർച്ചിച്ച, ഈ പാദപത്മങ്ങളിൽ അർച്ചിച്ച താമരപ്പൂക്കളാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ അവിടെ എന്താ പറയാ, ആ ഭക്ത ശിരോമണികളാണ് ഹംസങ്ങളായിട്ട് നീന്തുന്നത്. അല്ലാത്തവർക്ക് ഈ ഭൂമിയിൽ നിന്ന് ഈ മാനസരോവരത്തില് എങ്ങനെ എത്താൻ സാധിക്കും? അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഈ ഒരു ആനന്ദമാകുന്ന സരസില് ഇവരൊക്കെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോ എനിക്കും കൂടി, ഞാൻ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു പോയി, ജന്മാന്തര പുണ്യമാകുന്ന വാസന, അവിടത്തെ സുഗന്ധം, ആ വാസനയാണ് അവിടെ സുഗന്ധം പരത്തുന്നത്. അപ്പൊ ഈ ദിവ്യമായിട്ടുള്ള പൊയ്കയില് എന്റെ ചിത്തമാകുന്ന, ഇപ്പൊ എന്റെ ചിത്തത്തെ എന്താ പറയുന്നത്? അരയന്നം. നേരത്തെ പറഞ്ഞു പാപവാസനകൾ ഇല്ലാതാവട്ടെ, എന്റെ ആ കാമമാകുന്ന ക്രൂരമൃഗത്തെ അങ്ങ് കൊല്ലണം, എന്റെ ഹൃദയ ഗുഹയിൽ വധിക്കണം, എന്റെ ഹൃദയ ഗുഹയിൽ അങ്ങ് താമസമാക്കണം ഒരു സിംഹത്തെ പോലെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഞാൻ ആരായിട്ട് തീർന്നു? എന്റെ ഹൃദയം ശുദ്ധമായിട്ട് ഇപ്പോ എന്റെ ചിത്തമാകുന്ന അരയന്നം എന്നാ പറയുന്നത്. അപ്പൊ മാനസ സരസില് ഹംസങ്ങൾക്കാണ് പ്രാധാന്യം. അവിടെ കാക്കകളും മറ്റു പക്ഷികളൊന്നും വന്നു ചേരാറില്ല. എന്റെ ചിത്തമാകുന്ന അരയന്നം എത്രയും വേഗം അവിടെ ചെന്ന് എത്തട്ടെ എന്ന് പറയുകയാണ്. ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ ഭഗവാനെ, എന്നെ അവിടെ എന്റെ ചിത്തത്തെ അവിടെ എത്തിക്കൂ. അപ്പൊ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ക്ഷുദ്ര ദേവതകളുടെ ഭജനമെല്ലാം വെടിഞ്ഞ് ആ പരാശക്തിയുടെ പാദത്തിൽ ആശ്രയിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? നിത്യ ആനന്ദ രസസ്വരൂപമായിട്ടുള്ള ആത്മാവിനെ ലഭിക്കും. അവിടെ മാത്രമേ അത് കിട്ടുള്ളൂ, വേറെ ഒരിടത്തും. നമ്മുടെ ബാക്കിയുള്ള ദേവതകളെയൊക്കെ ഉപാസിച്ചോളൂ, നിങ്ങളുടെ ക്ഷുദ്ര ദേവതകൾ എന്നാ അതിന് പറയുന്നത്. അവരൊന്നും മോശക്കാരല്ല, പക്ഷെ നമുക്ക് ക്ഷുദ്രങ്ങളായിരിക്കുന്ന, നൈമിഷികങ്ങളായിരിക്കുന്ന ഫലങ്ങൾ മാത്രമേ അവർക്ക് തരാൻ പറ്റുള്ളൂ. പക്ഷെ ഈ പരാശക്തിയും പരമേശ്വരനും എന്ന് പറയുന്ന നമ്മുടെ ജഗത് മാതാപിതാക്കൾ തരുന്നതാവട്ടെ നിത്യമായിരിക്കുന്ന ആനന്ദമാണ്. അവിടെ ആശ്രയിച്ചാല് ആ നിത്യാനന്ദ രസം സ്വരൂപമായിരിക്കുന്ന നമ്മുടെ ആത്മാവ്, കാരണം ഈ ആത്മാവ് ശിവനാണ്, ശിവബോധമാകുന്ന ആത്മാവ് നമുക്ക് ആനന്ദത്തെ തരും. കാരണം എന്റെ ഉള്ളിലിരിക്കുന്നതും ഈ ആനന്ദമാണെന്നുള്ള ഒരു തിരിച്ചറിവ് തരാൻ ആ പശുപതിക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. അല്ലയോ ഭഗവാനെ, എനിക്കും അത് തരൂ, കാരണം ഞാനിത് അങ്ങയുടെ പാദപത്മങ്ങളിൽ ശരണാഗതി ചെയ്തിരിക്കുകയാണ്. ഭഗവാനെ, എന്റെ ഭക്തി വള്ളിയിൽ മുക്കി ആ ഒരു ഭക്തി വള്ളി കൊണ്ട് ആ മുക്തിയാകുന്ന പുഷ്പം എന്റെ ഉള്ളില് പൂക്കട്ടെ. എനിക്കതല്ലാതെ വേറെ ഒന്നുമില്ല. എന്റെ ആ ഒരു വള്ളി ഞാൻ കൊണ്ട് നടുകയാണ് എന്റെ ഉള്ളിൽ. എന്താണ്? ഭഗവത് ഭക്തി, ആ ഈശ്വരനോടുള്ള പ്രേമം.
അതിലെനിക്ക് മുക്തിയാകുന്ന പുഷ്പങ്ങളായിരിക്കണം പൂക്കേണ്ടത്. കാരണം ഈ പരമാനന്ദ ജലത്തിൽ നിന്ന് പടർന്ന് ഉയർന്നു വരുന്ന പല ശാഖകളോട് കൂടിയ ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന മനസ്സാകുന്ന പന്തലില് പടർന്ന ഭക്തി ലതിക, പരമേശ്വര ഭക്തിയാകുന്ന ആ വള്ളി, ആ ഭക്തി വള്ളിയിൽ എന്ത് വേണം? ആ ഒരു എന്താ പറയാ, ഒരു പൂക്കളായിട്ട് വരുന്നത് എനിക്ക് എന്റെ ലക്ഷ്യം എന്താണ്? ഈ ഒരു കൈവല്യ പദം, മോക്ഷം. ആ മോക്ഷമാകുന്ന പൂക്കൾ മാത്രമേ അതില് ഉണ്ടാകാവൂ. അതെനിക്ക് തരൂ ഭഗവാനെ എന്ന് പറയുക. കാരണം ആ വള്ളി എന്റെ പരമേശ്വര ഭക്തിയാണ്. എനിക്ക് വേറെ അന്യദേവതകളെ ഒന്നും ഞാനിപ്പോ ഭജിക്കുന്നില്ല. എന്റെ നിഷ്ഠാപൂർവമായിരിക്കുന്ന ഭക്തി. നിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താ? എന്നും ആചരിക്കുന്നവൻ, നിഷ്ഠയോടുകൂടി ചെയ്യുന്നത്. ഇന്നൊരു ഈശ്വരൻ, നാളെ വേറൊരു ഈശ്വരൻ, അങ്ങനെയല്ല. എനിക്ക് പരമേശ്വരൻ മാത്രം, പരമമായിരിക്കുന്ന ആ ഈശ്വരനെ മാത്രം മതി എന്നുള്ള ആ നിഷ്ഠാപൂർവമായിരിക്കുന്ന ഭക്തിയോടുകൂടിയ എന്റെ ഭക്തിവള്ളി. അതിലെന്തേ ഉണ്ടാവുള്ളൂ? ഭഗവാന്റെ ആ പ്രേമത്തിൽ നമുക്ക് കായ്ക്കുന്ന വള്ളി മോക്ഷമാകുന്ന പുഷ്പങ്ങള് മാത്രാണ്. അപ്പൊ ദുർജന സംസർഗമാകുന്ന ആ പുഴുക്കളൊന്നും എന്റെ ഈ ചെടിയെ ഇല്ലാതാക്കരുത്. നമ്മൾ കൊച്ചു ചെടികളെയൊക്കെ നടുമ്പോൾ മരുന്നൊക്കെ അടിച്ച് സൂക്ഷിക്കാറുണ്ട്. എന്താ? പുഴുക്കൾ വന്ന് അതിനെ കുത്തും, അല്ലേ? അതിനെ ഇല്ലാതാക്കി കളയും. അപ്പൊ നമുക്കോ ഈ വള്ളി നല്ലവണ്ണം തളിർത്ത് ആ ശിവഭജനമാകുന്ന അതിലൂടെ എന്താ പറയാ, നല്ല വാസനകളാകുന്ന ആ ജലമൊക്കെ ഒഴിച്ച് ഭക്തിയെ ഇങ്ങനെ നമ്മള് വളരെ കുഞ്ഞ് ചെടിയെ പോലെ കാത്തുരക്ഷിക്കണം. കാരണം ഇതിനെ ഇല്ലാതാക്കാൻ ദുർജന സംസർഗമാകുന്ന പുഴുക്കൾ എത്താം. അല്ലയോ ഭഗവാനെ, എനിക്ക് അങ്ങ് എന്റെ ഹൃദയ ഗുഹയിൽ ഉണ്ടെങ്കിൽ എനിക്ക് ദുർജന സംസർഗത്തിന് ഇടവരാതിരിക്കട്ടെ. സത്കർമ്മങ്ങളാകുന്ന മരുന്ന് ഈ ഭക്തിവള്ളിക്ക് തളിച്ചു കൊടുക്കട്ടെ. അപ്പൊ സത്കർമ്മങ്ങൾ മാത്രം, സത്തിനെ അറിയാനുള്ള കർമ്മങ്ങള്, എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്ത് എന്റെ ഈ ചെടിയെ, ഈ ചെറിയ വള്ളിയെ എന്ത് ചെയ്യണം? വളർത്തി തളർത്തി, അത് തളർത്തി കളയാതെ വളർത്തി അത് നല്ല തിളിർത്ത് നല്ലവണ്ണം വളരണം, ഇല്ലേ? അതിന് ആ ഫലം തരണം എനിക്ക്. കാരണം അത് ഇല്ലാതെ ഇടയ്ക്ക് നശിച്ചു പോകരുത്. അപ്പൊ എന്റെ ഭക്തിവള്ളിക്ക് എന്റെ സത്കർമ്മങ്ങളാകുന്ന മരുന്നൊക്കെ തളിച്ച് അതിന്റെ പുഴുക്കള്, ദുർജന സംസർഗമാകുന്ന പുഴുക്കളെയൊക്കെ മാറ്റി അതിനെ നന്നായിട്ട് വളർത്തിയെടുത്തിട്ട് അവസാനം എനിക്ക് മോക്ഷമാകുന്ന ഫലം ഉണ്ടാകാൻ തുടങ്ങുന്നതേ ഉള്ളൂ എനിക്ക്. കാരണം അങ്ങ് തന്നെയാണ് ആ ഫലത്തെ എനിക്ക് തരേണ്ടത്. കാരണം കർമ്മം ചെയ്യാൻ മാത്രമേ ഞാൻ അധികാരിയുള്ളൂ. ഫലം തരുന്നത് അവിടുന്നാണ്. കാരണം അങ്ങയുടെ ജോലി തന്നെ എന്താ? അനുഗ്രഹം. അനുഗ്രഹമാണ്. സദാശിവൻ അനുഗ്രഹദായിയാണ്. അല്ലയോ ഭഗവാനെ, ആ ഫലം എനിക്ക് തരൂ. എനിക്ക് അങ്ങയുടെ അനുഗ്രഹമാകുന്ന ആ ഫലത്തെ എനിക്ക് തരൂ. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഇതിൽ കൂടുതൽ എന്താ ഭഗവാൻ നമുക്ക്, ഒരു മനുഷ്യൻ ഭഗവാനോട് ചോദിക്കാൻ, ഒരു ഉപാസകൻ ഇതിൽ കൂടുതൽ ഒന്നും ഭഗവാനോട് ചോദിക്കാനില്ല. അപ്പം തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ. എന്നിൽ ആസക്ത ചിത്തരായിട്ട് പ്രീതിയോടെ ഭജിക്കുന്നവർക്ക് ഞാൻ എന്ത് കൊടുക്കും? ഭഗവാൻ തന്നെ പറയുക, അവൻ ഏതൊരു ബുദ്ധിയോഗം കൊണ്ട് എന്നെ പ്രാപിക്കുമോ ആ ബുദ്ധിയോഗം ഞാൻ അവർക്ക് കൊടുക്കും. അപ്പൊ എന്താണ് ബുദ്ധിയോഗം? അതും കൂടെ നമ്മൾ അറിയണം. ബുദ്ധിയോഗം കൊടുക്കുന്ന പറഞ്ഞാല് അത് ഭഗവാൻ തന്നെ പറഞ്ഞാണ്, നമ്മൾ പറഞ്ഞല്ല. ആ ബുദ്ധിയോഗം ഇതാണ്. എന്ത്? തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ നാശയാം ആത്മഭാവസ്തു ജ്ഞാനദീപേന ഭാസ്വര. ഞാൻ എന്നുള്ള, അതായത് ഞാൻ ആ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണ്. കാരണം ആ ഭക്തന്മാർക്ക് ഞാനിത് കൊടുത്തിരിക്കും. എന്താണ് കൊടുക്കുന്നത്? അവരുടെ ബുദ്ധിയിലിരുന്ന് ജ്ഞാനമാകുന്ന ദീപം കൊണ്ട് അജ്ഞാനത്തിൽ നിന്ന് ഉടലെടുക്കുന്നത്. അവരറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല. എന്താ? അവരുടെ അജ്ഞാനം, ആ ഒരു അന്ധകാരം, അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റിക്കളയും. അതാണ് ഭഗവാൻ ചെയ്യുന്നത്. ഇതാണ് പരമോത്തമമായ ഭക്തിയുടെ അഭീഷ്ട ഫലം എന്ന് പറയുന്നത്. ആ ഒരു പരമശിവ മനസ്സില്, അതായത് ലളിതാംബിക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ലളിതോപാഖ്യാനം പറയണു. പരമശിവ മനസ്സിനെ ലാളിക്കുന്നവൾ ലളിതാ പരമേശ്വരി. സദാ ശിവസഹ മന ലാളനാത്മിക ലളിത എന്നാ പറയുന്നത്. ശിവമനസ്സിനെ ലാളിച്ചു കൊണ്ടിരിക്കുന്നവൻ ലളിത. അപ്പൊ ഈ അനുഗ്രഹിക്കുന്നവർ, അതായത് ആ അനുഗ്രഹത്തിന് വേണ്ടി നമിക്കുന്നവർക്ക് അനുഗ്രഹം കൊടുക്കുന്നവൻ, അങ്ങനെ നമുക്ക് ലളിതോപാഖ്യാനത്തിൽ പറയുന്നുണ്ട് പരമശിവനെ. അപ്പോ നമുക്ക് ഈ ഒരു അജ്ഞാനമാകുന്ന അന്ധകാരം കൊണ്ടാണ് നമുക്ക് ഇതുവരെ എന്താ ഭഗവാനെ കാണാൻ പറ്റാത്തത്. അപ്പൊ ഭഗവാൻ എന്താ നമുക്ക് ബുദ്ധിയോഗം തരുന്ന പറയുന്നത്. ആ ബുദ്ധിയോഗം എന്താണ്?
തേഷാം ഏവ, നമ്മുടെ അനുകമ്പ, നമ്മളോടുള്ള സ്നേഹം, അനുകമ്പ കൊണ്ടാണ് നമ്മുടെ അഹം എന്ന് പറയുന്ന അജ്ഞാനജം തമഹ, ഈ അഹം എന്ന് പറയുന്നതാണ് അജ്ഞാനം കൊണ്ടുണ്ടാകുന്ന തമസ്, ഇരുട്ട്, ഞാൻ. അപ്പൊ ഈ ത്രിപുടിയിൽ ഏറ്റവും തുടക്കം എന്താ? ഞാന്, പിന്നെ എന്റേത്, എനിക്കുള്ളത്. അപ്പൊ അതിനെ മാറ്റും ഭഗവാൻ. എന്ത് ചെയ്യും? അജ്ഞാനജം കൊണ്ടുണ്ടാകുന്ന തമസ്സിനെ ഇല്ലാതാക്കാൻ എന്ത് തരും? നാശയാം ആത്മഭാവസ്തു ജ്ഞാന ദീപേന ഭാസ്വര. അപ്പൊ ഈ ഭക്തന്മാരെ ഭഗവാൻ ബുദ്ധിയിൽ ഇരുന്നു കൊണ്ട് ജ്ഞാനദീപം കൊളുത്തി നമ്മുടെ ഗുരുരൂപമായിട്ട് വന്ന അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കും. ഇതിൽ കൂടുതൽ നമുക്ക് എന്താ ഭഗവാന്റെ ആ ഒരു അഭീഷ്ടഫലം? ഭഗവാനോട് ചോദിക്കുന്ന ആ ഭക്തിവള്ളി നട്ട നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അഭീഷ്ടഫലം നമുക്ക് ഭഗവാൻ ഇതാണ് തരുന്നത്. നമ്മുടെ അജ്ഞാനത്തെ ഇല്ലാതാക്കും. നമ്മുടെ പശുഭാവത്തിൽ നിന്ന്, പശുപതിയായിരിക്കുന്ന ഭഗവാൻ നമ്മുടെ പശുക്കൾ എന്നുള്ള ഭാവത്തിൽ നിന്ന് ആ അഹങ്കാരത്തിൽ നിന്ന് നമ്മുടെ അഹംബോധത്തിലേക്ക് ഉയർത്തും. ഇത് തന്നെയാണ് യഥാർത്ഥ ശിവോഹം എന്ന് പറയുന്ന ഭാവം, തത്വമസി ഭാവം. ഇതിൽ കൂടുതൽ ഭഗവാൻ നമുക്ക് എന്താ തരേണ്ടത്? ആ ഭാരതത്തിലെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ജ്യോതിർലിംഗ ക്ഷേത്രമാണ് മല്ലികാർജുന ക്ഷേത്രം. ഇവിടെ ഇത് ആന്ധ്രാപ്രദേശിലാണ്. ശ്രീശൈല ക്ഷേത്രത്തിലെ ആ ഒരു സ്ഥല വൃക്ഷം എന്നറിയപ്പെടുന്ന മരുത എന്ന് പറയുന്ന ആ ഒരു അർജുന വൃക്ഷമാണ്. ഇപ്പൊ മുല്ലവള്ളി ചുറ്റി പിണഞ്ഞു കിടക്കുന്നതാണ് ഈ അർജുന വൃക്ഷത്തിന്റെ ഒരു പ്രത്യേക ഭാവം. ആ വൃക്ഷത്തിന്റെ അടിയിലെ ശിവലിംഗം, അതുകൊണ്ടാണ് ഇതിന് മല്ലികാർജുനൻ എന്ന് പേര് കിട്ടാൻ കാരണം. ആ താഴെ, അതിന്റെ താഴെ പ്രതിഷ്ഠയായത് കൊണ്ടാണ് മല്ലികാർജുന മഹാദേവൻ ഇതിന് പേര് കിട്ടിയത്. അപ്പൊ ഈ ശ്രീശൈല മഹാത്മ്യം ശിവപുരാണത്തില് പറയുന്നുണ്ട്. ഇവിടത്തെ ദേവിയുടെ പേരാണ് ഭ്രമരാംബിക. ദേവി പാർവതി ഭ്രമരാംബികയായിട്ടാണ് ഇവിടെ വസിക്കുന്നത്. 12 ജ്യോതിർലിംഗ ക്ഷേത്രത്തിൽ ഒന്നാണ് ഈ മല്ലികാർജുന മഹാലിംഗം. പരമേശ്വരികളുടെ അനുഗ്രഹ വർഷത്തിനായിട്ട് കാത്തിരിക്കുന്ന ഒരു ചാതക പക്ഷിയാണ് എന്നൊക്കെ തന്റെ ഭക്തന്റെ ഹൃദയം എന്ന് ശങ്കരാചാര്യര് പറയുന്നുണ്ട്. കാരണം ഓരോ പ്രപഞ്ചത്തിലെ ഭഗവാന്റെ ആ ഒരു ഭഗവത് ആ ഒരു ക്രിയേഷൻ എന്ന് പറയുന്ന ഈ സൃഷ്ടിജാലത്തില് ഓരോന്നെടുത്തിട്ടും അത് ഭഗവാന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് പറയുന്നു. ഇപ്പൊ സിംഹമായിട്ട് പറഞ്ഞു, ചെടികളായിട്ട് പറഞ്ഞു, ചാതക പക്ഷിയായിട്ട് പറയുന്നു, ഇങ്ങനെ ഓരോന്നും. അപ്പോ ശങ്കരാചാര്യര് പറയുന്നത് എന്താ? എവിടെയാണെങ്കിലും ഏത് പശു പക്ഷി മൃഗാദികളാവട്ടെ, മനുഷ്യജന്മമാകട്ടെ, എവിടെയാണോ ഭഗവാന് വേണ്ടി കൊതിക്കുന്നത് ആ ഹൃദയത്തില് ഭഗവത് അനുഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോ നമ്മള് ആ ഒരു ഭക്തനെ ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കുമെന്ന് ഉറപ്പ് പറയാണ്. ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിൽ കൂടുതൽ സന്തോഷം. കാരണം ഉപാസനാ മാർഗത്തിൽ കയറുന്നവർക്ക് ജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടി ഭഗവാനോട് ഈ ഓരോ കാര്യങ്ങളും നമ്മൾ സമർപ്പണം ചെയ്യണം. എന്നാലേ നമ്മുടെ ഭക്തിയും അവിടെ ഉറയ്ക്കുള്ളൂ. നമ്മളെ മയിലിന്റെയും പരമശിവന്റെയും കഴുത്ത് നീല നിറമാണ്. ആ ഒരു ജഗദംബികയായ പരമേശ്വരിയെ കണ്ട് ആനന്ദ നൃത്തം ചെയ്യുന്ന ജഗത്പിതാവായിട്ടുള്ള പരമേശ്വരൻ, ഇദ്ദേഹം തന്നെയാണ് ദക്ഷിണാമൂർത്തിയായിട്ടിരുന്ന് നമിക്കുന്നവരുടെ സങ്കടങ്ങളെ ഇല്ലാതാക്കുന്നത്. പ്രണവ ഉപദേശം ചെയ്യുന്ന ദക്ഷിണാമൂർത്തി അല്ലെ. അകാര ഉകാര മകാരങ്ങളെ 3 വിരലുകൾ കൊണ്ടും അതിനുശേഷമുള്ള അനുസ്വാരത്തെ തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് ചിന്മുദ്രയാക്കിക്കൊണ്ട് ആ പ്രണവ മന്ത്രത്തെ മൗനമായിട്ട് ഉപദേശിക്കുന്ന ശ്രീ പരമേശ്വരൻ. ഈ പ്രണവ ഉപദേശ നാദം അതിസൂക്ഷ്മമാണ്. എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രണവ ഉപദേശമാണ് അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അതിസൂക്ഷ്മമാണെന്ന് പറയാൻ കാരണം നമ്മുടെ അനാഹത ശബ്ദമാണത്, ഓംകാരം എന്ന് പറയുന്ന പ്രണവ ശബ്ദം. അപ്പൊ നമ്മുടെ ജീവാത്മാക്കൾക്കെല്ലാം തന്നെ ഈ ദോഷം എന്ന് പറയുന്നത് ഈ സംസാര ദുഃഖം തന്നെയാണ്, ഈ ജനന മരണം തന്നെയാണ്. അപ്പൊ ഈ ജനന മരണ ക്ലേശങ്ങളിൽ നിന്ന് നമ്മളെ മുക്തി തരാൻ ഈ ഭഗവാൻ അല്ലാതെ ഈ ശിവപാർവതി ആ ശിവപാർവതി ഐക്യത്തോടു കൂടിയിരിക്കുന്ന അർദ്ധനാരീശ്വര സങ്കല്പത്തില് ശിവശക്തി സാമരസ്യത്തിലിരിക്കുന്ന ഈ ജഗദംബിക നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ പരാശക്തിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവട്ടെ. ഇന്ന് നമുക്ക് ആ അമ്മയുടെ പാദപത്മങ്ങളും നമ്മുടെ ഗുരുപരമ്പരയോടും നമുക്ക് ഈ അനുഗ്രഹം തരാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ നിർത്താം. ബാക്കി എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.